ഹായ് എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഇൻഫോടെക് ക്യാമ്പിംഗ് വീഡിയോ എത്തിയിരിക്കുകയാണ്. റെഡ് വേഴ്സസ് ബ്ലൂ. ബ്ലൂ ബ്ലൂ റെഡ്. അപ്പൊ ഇത്ര റെഡ് കൂടുതൽ വേണമല്ല. ഇങ്ങോട്ട് പോരെ. അപ്പൊ നമ്മളുടെ ടീം സെറ്റായി. റെഡ് ടീം സെറ്റ് ആയിട്ടുണ്ട്, ബ്ലൂ ടീം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് വരുന്നത് എവിടെയെന്ന് അറിയോ? ദോ കാണുന്ന സംഭവത്തിലാണ്. അത് എന്തൊരു സംഭവം എന്ന് മനസ്സിലായ? ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. അതാണ് ജൈന്റ് റണ്ണിങ് വീൽ ബോട്ട്. അതല്ലേ പേര്? ജൈന്റ് റണ്ണിങ് വീൽ ബോട്ട്. അതന്നെ, ജൈന്റ് റണ്ണിങ് വീൽ ബോട്ടില് ആണ് ഇന്നത്തെ റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിംഗ് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എവിടെയാ രണ്ട് പേരെന്ന്? എവിടെയാ രണ്ട് പേർ? നിൽക്കുന്നു ആ രണ്ട് പേർ. നിങ്ങൾ എന്തെവിടെ ഒറ്റയ്ക്ക്? ടീം ബ്ലാക്കാ? എന്താ സംഭവം? അപ്പൊ നിങ്ങൾ വേറെ ടീമായാ? ഞങ്ങളുടെ പരിപാടി, അതായത് നിങ്ങൾക്കുള്ള ടാസ്ക് തരാം. എന്റെ അമ്പോ മോനെ, പണി വേറെ ഇന്ന് അവരാണ് തീരുമാനിക്കണേ എങ്ങനെ ക്യാമ്പിംഗ് പോണം, അവരുടെ ടാസ്ക് ഒക്കെ എങ്ങനെ തരണം. റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ് അല്ലേ? അപ്പൊ ഇവര് കാര്യമില്ല, റെഡ് ടീം എന്നും അതെ, കുറച്ചൊക്കെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രം കരുതണോട്ടാ. അത് ഇടയ്ക്കൊക്കെ ഞങ്ങള് ഭാഗ്യം, ഇടയ്ക്ക് നിങ്ങൾ സർവൈവ് ഒന്നും ചെയ്യള്ളട്ടാ. എല്ലാം നേരെ മേടിച്ച് എടാ, നമുക്ക് അവസാന ക്യാമ്പിങ്ങില് എന്തിട്ടാ ആ ചെളിയുള്ള വീട്ടിലാണ് ഞങ്ങൾ കിടന്നുറങ്ങേണ്ടി വന്നേ. ഉറങ്ങില്ലല്ലോ, അവിടെ ഇരുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ ഉറങ്ങി, ഞങ്ങൾ ടീം മാറി. അപ്പൊ എന്തായാലും റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിംഗ് നടക്കാൻ പോകുന്നത് ഇതാ കാണുന്ന നമ്മുടെ ചക്രത്തിലാണ്. അപ്പൊ ഇവരുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഇന്ന് ടീമിലില്ല, ഇവര് വേറെ ടീമാണ്, ടീം ബ്ലാക്ക്. അവര് ക്യാമ്പിംഗ് അല്ല, ഇവരുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പണികൾ എങ്ങനെ തരാന്നുള്ളതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ്. ഈ ബോട്ട് ഞങ്ങൾ തരില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് വേണ്ട ടാസ്കുകളും അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഇന്ന് അലോട്ട് ചെയ്ത് തരാൻ പോകുന്നത് ഈ കാണുന്ന ടീം ബ്ലാക്ക് ആണ്. അപ്പൊ എന്താവും എങ്ങനെയാവുന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല, കാരണം ഞാൻ ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സെറ്റ് ചെയ്തത് ഇവർ രണ്ടുപേരാണ്. ഇന്നത്തെ ക്യാമ്പിങ്ങിന്റെ ഫുൾ ഐഡിയ ഇവരുടെയാണ്. അപ്പൊ മച്ചാനെ, പണികൾ വാങ്ങാൻ റെഡിയാണോ? അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ ക്യാമറയിൽ നിന്ന് മാറിയിട്ട് ഇനി വെള്ളത്തിലായതുകൊണ്ട് ഗോപ്രോയിലായിരിക്കും നമ്മുടെ ഫുൾ ഷൂട്ട് വരുന്നത്. അപ്പൊ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? റെഡി. എടാ ഇവിടെ പ്ലാനിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെന്ന് പട്ടിപ്പണിയാണ്. നോക്കിയ എല്ലാ സാധനങ്ങളും എടുക്കല്, ഇറക്കല്, ഒതുക്കല് ഒക്കെ അവിടെ കൊടുത്തേക്കാണ്. നമ്മ റെസ്റ്റ് ചെയ്യടാ, ഫുൾ റെസ്റ്റ്. ഇവിടെ നമ്മള് ടീമാര്, അവനിന്ന് ജലദോഷം ഉണ്ട്. കിരണ് ജലദോഷം. നീ പിന്നെ തുമ്മിയാ മതി. ഒന്ന് വലിച്ചേ, വലിക്ക്. ശബ്ദം നോക്കട്ടെ. ബോട്ട് വന്നിട്ടുണ്ട്. ഇതിനാണോ ബോട്ട്? അപ്പൊ നമുക്കൊന്നുമില്ലേ? ഓക്കെ, നമുക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാ. മുഴക്കോലല്ലടാ, അത് കുത്തണ കോല്. ഇതേ രണ്ട് പെട്ടി നിറയെ സാധനങ്ങൾ. ഇത് ക്യാമ്പിങ്ങിനുള്ളതാ? ബ്ലാക്ക് ടീം ഭയങ്കര ഡിമാൻഡിലാണ്. നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയണൊന്നുമില്ല. ഇതിൽ എന്തിട്ടാണെന്ന് ചോദിച്ചിട്ടൊന്നും പറയണില്ല. വെള്ളം ഉണ്ട് കേട്ടോ, ഭാഗ്യം. ഇന്ന് വെള്ളം കുടിക്കാണ്ട് ഇതാവില്ല. രണ്ട് ചെറിയ പെട്ടി വെള്ളത്തിന് നടുക്ക് കളിക്കാനാ. രണ്ട് മുങ്ങിച്ചാവാതിരിക്കാനുള്ള രണ്ട് സാധനങ്ങളുണ്ട് കേട്ടാ, ഭാഗ്യം. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ് സേഫ്റ്റി. അതിനാ അവിടെ എനിക്ക് നീന്താൻ അറിയാം. അപ്പൊ ഇവിടെ നീന്താൻ അറിയില്ലടാ. അതായിരിക്കുള്ളതാണ് റംബൂട്ടാൻ. ആണോ? ഇടയ്ക്കിരാ നീന്തലാണ് എന്റെ പ്രതീക്ഷ. നമ്മുടെ ബ്ലൂ ടീം ഒന്ന് പൊളിക്കും. ആ റംബൂട്ടാൻ നമുക്ക് എന്തായാലും വാങ്ങിച്ചെടുക്കണം. കിട്ടൂലേ? എനിക്കപ്പോഴാ നീന്താൻ. എന്റെ കിരൺ മോനാണ് എന്റെ ജലദോഷം. അപ്പൊ സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എടാ അടുപ്പൊക്കെ ഉണ്ടാ? പിന്നെന്താണ് സ്പെഷ്യല്? ഞങ്ങൾക്ക് എന്നിട്ട് ഉണ്ടാക്കി തരാൻ പോണേ കഴിക്കാൻ? ഞങ്ങളല്ല, നിങ്ങൾ ഉണ്ടാക്കണം. അത് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു രസം. ആണോ? അല്ലേ? അങ്ങനല്ലേ? കൊണ്ടുവച്ചോ? സാധനം ഉണ്ടാക്കിട്ടെ. എടാ കൊണ്ടുവച്ചോ? രണ്ട് പെട്ടിയുണ്ട്. അപ്പൊ രണ്ട് പെട്ടിയിൽ നിറയെ പാപ്പങ്ങളായിരിക്കും. പാപ്പങ്ങളല്ലെങ്കിലാ? പാപ്പായിരിക്കുള്ളൂ. എന്താ ഉറപ്പ്? പിന്നെ അവന് നല്ല വെയിറ്റ് ഉണ്ടോ? അവര് പിടിച്ചേക്കണ നോക്കി. വെയിറ്റ് ഉണ്ടാടാ? രണ്ടിലും വെയിറ്റ് ഉണ്ട്. ഒരെണ്ണത്തില് കട്ടക്കല്ല് വെയിറ്റ് ഉള്ള സാധനം എടുത്ത് കട്ടക്കല്ല് എടുത്ത് തരും. ടീം ബ്ലൂ റെഡി. ടീം റെഡ് റെഡി. നിങ്ങൾക്കുള്ള ഫസ്റ്റ് ചലഞ്ച് എന്താണ്? ബോട്ടിൽ ഫ്ലിപ്പ്. ഇത് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളത്. 3 കുപ്പി ഫസ്റ്റ് തീർക്കണം വെച്ച്. തീർക്കണ ആൾക്ക് എന്നിട്ടാണ് വലിയ പെട്ടി. ഏത് പെട്ടി വേണം ചൂസ് ചെയ്യാനുള്ള അവസരം. ഫസ്റ്റ് പെട്ടി എടുക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് ഇന്നപ്പോ നമുക്ക് ഇത് പോണ്ടല്ലേ? ഒരെണ്ണെങ്കിലും മരം ലെവലാക്കി വെച്ചോ വേണമെങ്കിൽ.
ആ അതെ അവിടെ ഇരുന്നു ഒന്ന് മരത്ത് മാറ്റണം. അവിടെ അല്ല അപ്പൊ ടീം റെഡ് ആണ് വിജയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതായത് പെട്ടി ഇഷ്ടമുള്ള പെട്ടി എടുക്കാം. ഇഷ്ടമുള്ള പെട്ടി എടുത്തോ. അവർക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഞങ്ങൾ വിട്ടുകൊടുത്തേക്കണേ, ബ്ലൂ ടീം വിട്ടുകൊടുത്തേക്കണേ. റെഡ് ടീമിന് ഇഷ്ടമുള്ള പെട്ടി അതിന് എടുത്തോട്ടെ. എടുത്തോട്ടെ, ഏത് വേണമെങ്കിൽ എടുത്തോ. പൊക്കോ നോക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഏത് വേണം, ഇത് വേണോ ഇത് വേണോ ഇഷ്ടമുള്ളത്. റെഡ് ടീം ഇഷ്ടമുള്ളത് എടുത്തോട്ടെ, ഞങ്ങൾ വിട്ടുകൊടുത്തേക്കാണ്. ഏതായാലും തൊട്ടാത്. ഓക്കെ, നിങ്ങൾ എടുത്തോ. അപ്പൊ റെഡ് ടീമിന് ഇട്ടേക്കണത് ഈ പെട്ടി, ബ്ലൂ ടീമിന് ആ പെട്ടി. വേറെ പെട്ടിട്ടുണ്ട്, വാടകയില്ല. കേറ്, എനിക്ക് കേറിക്കോ. ഇനി നിങ്ങൾ അയച്ചു വിടേണ്. നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോണത് അവിടെ നടുക്ക്. അതായത് ഇതിന്റെ ഈ സൈഡ് റെഡ് ടീമിനും ഈ സൈഡ് ബ്ലൂ ടീമിനും. അപ്പൊ ഈ പെട്ടി ഞങ്ങൾക്ക്, ആ പെട്ടി അവർക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഇനിയും ചലഞ്ചുകൾ വരും. അപ്പൊ വീണ്ടും കുറെ സാധനങ്ങൾ വേറെ വരും. കണ്ട അവിടെ ഇനിയും സാധനങ്ങൾ കണ്ട് അതൊക്കെ കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും. റംബൂട്ടാനൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾ ലാസ്റ്റ് തുറന്നു നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വഞ്ചി നമ്മളെടുത്ത് പോവാണ്. വഞ്ചിയല്ല കേട്ടോ, ബോട്ട്, യന്ത്ര ബോട്ട്. നമ്മൾ കറക്കി വെള്ളത്തിന്റെ നടുക്കേക്ക് പോവാണ്. ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ പെട്ടിയിൽ നിറയെ സാധനങ്ങളായിരിക്കുള്ളൂ. വെയിറ്റ് ഇല്ലെങ്കിലും ചിലപ്പോ പറ്റിക്കും. നിങ്ങളിൽ വല്ല കല്ലൊക്കെ വെച്ചേക്കിരിക്കുള്ളൂ. കല്ലല്ല, ഭക്ഷണമാണ്. എടാ നമുക്ക് നടുക്കോ നിൽക്കാടാ, നടുക്ക് നടുക്കേക്ക് കൊണ്ടുപോവാ. അപ്പൊ നമ്മള് അഗാധമായ വെള്ളത്തിന്റെ നടുക്കേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് വരുന്നത്. ഞാൻ എക്സൈറ്റഡ് ആണ്. പോയി കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി തുറക്കുമ്പോ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. പ്രവീൺ മച്ചാനെ, നിങ്ങളുടെ പെട്ടിയിൽ എന്തായിരിക്കും? ഞങ്ങളുടെ പെട്ടിയില് അത്യാവശ്യം വെയിറ്റ് ഉള്ള കാരണം കുറെ സാധനങ്ങൾ ഞങ്ങൾ വിചാരം. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് പെട്ടി തുറക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ റെഡ് ടീമിന് എന്ത് കിട്ടി, ബ്ലൂ ടീമിന് എന്ത് കിട്ടിയെന്ന്. ഞങ്ങളുടെ പെട്ടി, അയ്യോ അതെ നമ്മുടെ പെട്ടി തരാ. അതെ നമ്മുടെ പെട്ടി തരാം. അപ്പൊ എടാ മറ്റേ സാധനം ഇട്ടോ. നമ്മ ഏകദേശം നമ്മുടെ വണ്ടിയൊക്കെ കിടക്കണത് അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നങ്കൂര് ഇടാൻ പോവാണ്. എടാ നങ്കൂര് ഇട്ടോ, നങ്കൂര് ഇട്. ഇപ്പൊ എടിവിനും വീഴും നങ്കൂരുമായിട്ട്. ബ്ലൂം അങ്ങനെ നങ്കൂര് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ കരകളിൽ നിന്നും ഒരുപാട് അകലെയാണ് കേട്ടോ. അവിടെ അറ്റത്തൊരു ഇപ്പൊ നമ്മള് വെള്ളത്തിന്റെ നടുക്കാണ്. നമ്മുടെ പെട്ടിയടത്, നമ്മുടെ പെട്ടിയതല്ലേ? അയ്യോ ഞാൻ വീണ്. അപ്പൊ എന്തായാലും ഇനി പെട്ടികൾ തുറക്കുന്ന സമയമാണ്. നിങ്ങളെ പെട്ടി തുറക്ക് നോക്കട്ടെ. എന്തായാലും നിങ്ങളെ പെട്ടിക്ക് വെയിറ്റ് ഉള്ളതല്ലേ, തുറക്ക് നോക്കട്ടെ. അപ്പൊ റെഡ് ടീം പെട്ടി തുറക്കൽ പരിപാടി. എന്തിട്ടത് കൊറേ സാധനങ്ങൾ ഉണ്ടല്ലോടാ. എന്തിട്ടത് കൊറേ ആയിട്ടുണ്ടല്ലോ നിങ്ങളുടെ ലൈറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, ഗ്യാസും കുറ്റി ഉണ്ട്. അപ്പൊ സ്റ്റൗ ഇല്ലേ? സ്റ്റൗ ഇല്ല, സ്റ്റൗ ഞാൻ കണ്ടില്ലായിരിക്കും. സ്റ്റൗ ഞാൻ കണ്ടില്ലായിരിക്കുള്ളൂ. എടാ സ്റ്റൗ വെച്ചില്ല, മാഗി. എടാ സ്റ്റൗ വെച്ചല്ലേ? വെച്ചിട്ടില്ലേ? അതിന്റെ സ്റ്റൗ ഉണ്ട്, അതിന്റെ ഉള്ളിൽ സ്റ്റൗ ഉണ്ട്. റെഡ് ടീമിന് വയറ് നിറച്ച സാധനങ്ങളുണ്ട്. അവർ രക്ഷയില്ല. കുക്കീസ്, പ്രിങ്കിൾസ്, ലേസ്, വെള്ളം, ഫാന്, മോൺസ്റ്റർ, ഇവരെല്ലാം ഇഷ്ടംപോലെ സാധനങ്ങള്. മുട്ട, പ്രോട്ടീൻ ബാറ്, ഞങ്ങക്ക് ഇത്ര മതിടാ. ഇവരുടെ കൊറേ സാധനങ്ങള്. റെഡ് ടീമിന്റെ പാർഷ്യാലിറ്റി, റെഡ് ടീമിന് കൊറേ സാധനം. ഞങ്ങത് വീഴ്ത്തി കിട്ടിയാടാ, ഞങ്ങക്ക് കുപ്പി വീഴ്ത്തി കിട്ടിയാടാ. കൊഴപ്പില്ല, നമ്മുടെ നോക്കിയാലടാ. ഇവരുടെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പൊട്ടിച്ചു നോക്കാം. അങ്ങനെ നമുക്ക് കിട്ടിയ പെട്ടി തുറക്കാണ്. ബ്ലൂ ടീമിന് എപ്പോഴും ഒരു തഴയിലുണ്ട്. അവർക്ക് എന്തായാലും നോക്കാം. ഒരു തഴയില്ല കേട്ടാ. നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. റസ്കും പണ്ണും മാത്രം. കെഞ്ചിക്കോട്ടാ കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ എടുത്ത് ഞങ്ങൾ തരാം. ഗ്യാസ് ഉണ്ടല്ലോ, ഒരു പാക്കറ്റ് റസ്ക്, ബണ്ണ്, പഴം, റസ്കും 4 പഴം. ഈ എന്റെ അവസ്ഥ എന്തിന് പാത്രം ഉണ്ട് ഭാഗ്യത്തിന്. എടാ പാത്രം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പഴം ചുട്ടിന്റെ നിങ്ങളുടെ ഇതുണ്ടാ ഭാഗ്യം എപ്പിണ്ടോ. അപ്പൊ ഇത്ര സാധനങ്ങളുണ്ട് നമ്മളിലുള്ള. പിന്നെ ഗ്യാസും പാത്രമൊക്കെ തന്നിട്ടുണ്ട് അവര്. മെയിനായിട്ട് തന്നേക്കണത് ഇതൊക്കെയാണ്: പഴം, റസ്ക്, ബണ്ണ്,
വെള്ളം കുപ്പിയില്ല, ഉപ്പാ പഞ്ചസാര ഉണ്ട്. എടാ പഞ്ചസാര ഇട്ടിട്ട് എന്ത് ചെയ്യാനടാ? ചായപ്പൊടി ഇല്ലാണ്ട് വെള്ളമില്ല, മഞ്ചുണ്ടാ നിങ്ങക്ക് വെള്ളം തരുന്നില്ല. മഞ്ചുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാനുള്ള മഞ്ചൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല കേട്ടോ. എടാ നിങ്ങളെ കടയിലേക്ക് പോയാൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ പ്ലാൻ ചെയ്യാനുണ്ട്. പോ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നാണ്. പോടാ. വെള്ളം ഞങ്ങൾ തരാം, വെള്ളം ഒരു വരം കൊടുക്കാം. അതന്നെ കൊടുക്കാം. എടാ കഴിച്ചാലാ? ഒരു മനുഷ്യത്വല്ലേ കഴിച്ചാലാ? കഴിച്ചാലാ? ഞങ്ങൾ കഴിക്കാൻ ഞങ്ങൾ കഴിച്ചിട്ട് തുടങ്ങുള്ളൂ. ഞങ്ങൾക്ക് എപ്പോഴും എനർജി വേണം. എന്ത് സാധനം തുടങ്ങണിക്കുമ്പോ ഞങ്ങൾക്ക് എനർജി വേണം. നീ ഇത് പിടിച്ചാൽ ഒരു പഴം പിടിച്ചേ. ആ ജലദോഷവും പനിയൊക്കെ പോട്ടെ. പിടിച്ചത് പച്ചപ്പഴം. അതിലും ചതിച്ചറാ പച്ചപ്പഴം തന്നത്. പച്ചപ്പഴം പറ്റിക്കുന്നോടാ. ഇല്ലടാ ഇത് പഴുത്താ. ഞങ്ങൾക്കുണ്ടല്ലോ പഴം, മഞ്ഞപ്പഴം. ആ നമുക്ക് പച്ച കണ്ടത്, പച്ച അവർക്ക് നേന്ത്രപ്പഴവും മഞ്ഞ. ഞങ്ങൾക്കതേ പഴം കിട്ടിയിട്ടുണ്ട്. 2 പഴം ഞാൻ കിട്ടി. പിന്നെ 2 അടി പഴം തിന്നെ. എന്താണ് അവരൊന്നല്ല ഞങ്ങൾ തിന്നത്. ഭാഗത്തിന് പഴം കിട്ടി. ഞാൻ വിശന്നിരിക്കായിരുന്നു. ഞങ്ങൾ കാട്ടിത്തരാ, കുറച്ചാവട്ടെ, സമയാവട്ടെ. പ്രോട്ടീൻ പഴം കിട്ടൂടാ. ഞങ്ങളുടെ ഉണ്ട് പ്രോട്ടീൻ ബാർ. നിങ്ങൾക്ക് പ്രോട്ടീൻ ബാർ വേണോടാ? പ്രോട്ടീൻ ബാർ. വാവ്. എടാ എന്താ പ്രോട്ടീൻ ബാർ? ഷുഗറാ, തിന്നോ? ഷുഗറാണ്. ജിയോ ദേടാ ലോട്ട് ചോക്കോബായ ഞങ്ങക്ക് ലോട്ട് ചോക്കോബായ ഇട്ടിട്ടുണ്ട് കേട്ടാ. ജിയോ വേണോ? വേണേ പറഞ്ഞോ, ഞാൻ തരും. വേണോ? കഴിക്ക്. കഴിച്ചോ? കഴിക്കണ ജിയോ. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കടി കടി കളിക്കല്ലടാ. തിന്നണ്ട. കണ്ട 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 തിന്നോ തിന്നോ, മൊത്തം തിന്നോ, മൊത്തം തിന്നോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നോട്ടാ. വെള്ളമൊക്കെ തോട്ടില് കൊറേ വെള്ളമുണ്ട്, അത് എടുക്ക, അരിച്ചു കുടിച്ചോ. നല്ല പഴം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കുറച്ച് സാധനങ്ങൾ തോട്ടിലേക്ക് പറഞ്ഞിട്ട് വെള്ളം പോലും തന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പെട്ടി ജ്യൂസ് ചെയ്തപ്പോ നല്ല പെട്ടി ജ്യൂസ് ചെയ്ത് ഞങ്ങളെ വാങ്ങിയല്ലേ. ഞാനിപ്പോ ചെറുതാണ് ജ്യൂസ് ചെയ്തെങ്കിലോ. ഞങ്ങളെല്ലാം തന്നേനെ അനുഭൂതി. നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് നമ്മള് വേസ്റ്റ് അവർ അത് നമുക്കൊന്നില്ല. ഒരു കൊറേ ഉള്ള ഞങ്ങക്ക് വേസ്റ്റ് കവറില്ല, കുറച്ചുള്ള നിങ്ങക്ക് വേസ്റ്റ് കവറാ. വേസ്റ്റ് അവർ ഉണ്ട്. അതിലേക്ക് വേസ്റ്റ് ഒക്കെ തിന്നോ 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 തിന്നോ. ലോട്ട് ചോക്കോബായ വേണോ? അയ്യോ, അവർക്കില്ലാത്ത ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, വെള്ളം, മിനറൽ വാട്ടർ. മാറിയില്ലേ? കിടന്നോ കിടന്നോറിക്കോ. അങ്ങനെ ഞങ്ങൾക്ക് പ്രിങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. പ്രിങ്കിൾസ് പ്രിങ്കിൾസ് ഇന്നാ എടാ നിനക്ക് വേണ്ടേ? നമുക്ക് മാഗി ഉണ്ടാക്കിയാലോ? നല്ല പ്രിങ്കിൾസ് വേണം ജിയോ. കൊതി ഇടുന്നുണ്ട്. കഴിച്ചോ? ചേട്ടന്റെ മനസ്സ് കണക്കുറ നീക്കാ. മാഗി ഞാൻ ചേട്ടന്റെ മനസ്സ് വേണ്ട, എനിക്ക് വേണ്ട. വേണ ചെക്കന് വയ്യ, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ പാവം. കഴിക്ക്. സന്തോഷത്തിന്റെ പുറത്ത് കൊടുക്കണ്ട വെള്ളം ചോദിച്ചോട്ടാ. അവന് വയ്യ, ഇച്ചിരി വെള്ളം കൊടുക്കും. അതൊന്നുമില്ല. ഇച്ചിരി വെള്ളം തരും. വെള്ളം തന്നെങ്കിൽ സാധനം ഞങ്ങൾ വയലിച്ച് വെള്ളം തരാം. അത് വെള്ളം തന്നാ ആദ്യം വെള്ളമില്ല, കാരണം രണ്ടും ഞങ്ങളുടെ മുതലാ. ഇത് ഞങ്ങളുടെ മുതലാ, വെള്ളം ഞങ്ങളുടെ മുതലാ. അയ്യോ കണക്കുറയില്ല. കണക്ക് പറയില്ല. ഒരെണ്ണമൊന്നല്ല, തരണി 3-4 കഴിച്ചു. എനിക്ക് ഒരെണ്ണം മതി. വയല് കണ്ട വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കഴിച്ചു. എന്തൊക്കെ നമ്മുടെ തിന്ന് തിന്ന് ഇത് തിന്ന് എന്തായാലും എന്ത് തിന്നാനാ? വെള്ളം തരാടാ, വെള്ളം തരാം. എനിക്ക് വെള്ളം തന്നെ ഞങ്ങൾ വെച്ചിക്കണം. എടി വെള്ളം കൊടുക്കടാ. കൊടുക്കണോ? ആ ഞങ്ങൾ കുറച്ച് കുടിച്ചിട്ടുണ്ട്. ഇതില് ഫ്രഷ് ഉള്ളതല്ല, എടാ ശരിക്കും വെള്ളത്തിന് അവരുടെ വാങ്ങേണ്ട ആവശ്യമില്ലടാ. തോട് നിറയെ വെള്ളമായിരുന്നു. എന്നിട്ട് ചെയ്യാ സെറ്റപ്പ്. റേഡിയോ ഓണാക്കിയടാ, വർക്ക് ചെയ്യാൻ നോക്കിയേ. എടാ നമുക്ക് കുക്ക് ചെയ്താലാ? ഇത് പാട്ട് കേട്ട് പാട്ടൊന്നുമില്ല. വർക്ക് ചെയ്യണ്ടാ, വർക്ക് ചെയ്യണ്ടാ.
ആകാശവാണി കൊച്ചി കോട്ടയം തിരുവനന്തപുരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിംഗ് പോയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തോണ്ടാണല്ലോ ഇവിടെ കിടന്നുറങ്ങണത് വെള്ളത്തില്. ഒരു സൂത്രം എടുത്ത് തരാം, ഒരു സൂത്രം കൂടി എടുത്ത് തരാം. എടാ കഴിക്കടാ, എടാ പ്രോട്ടീൻ ബാർ അടിച്ചോ. നിന്റെ മൊത്തം കഴിച്ചോ, നിന്റെ മൊത്തം ഒന്നും പറയില്ല, ഒന്നും പറയില്ല, ഒന്നും എടാ പറയില്ല. കഴിച്ചോ, എടാ കഴിച്ചോ. എടി നീ കഴിച്ചോടാ. ഇര വേണോ? കഴിച്ചോ കിര. അതന്നെ നീ കഴിച്ചോ. നമുക്ക് മാഗി വെക്കാം. മാഗി ഇവിടെ എന്തായാലും ഒരാൾ ഇതേ കടന്നുറങ്ങേ. മാഗി തരുമൊന്നുമില്ല. ഞങ്ങൾ മാഗി വെക്കാൻ വേണ്ട. ആ നമുക്ക് വെക്കാം. ഇവരുടെ മാഗി ഉണ്ട്. ഇതേ സാധനം നമ്മൊരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട്. അവര് വേണമെങ്കിൽ വെക്കട്ടെ. എടാ നമുക്ക് മാഗി കുക്ക് ചെയ്യാം. മാഗി കുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ കാര്യം പറയട്ടെ, പാത്രം കഴുകുക. വേറെ പാത്രം ഇല്ലേ? വേറെ പാത്രം തന്നിട്ടില്ല. വേറെ പാത്രം വേറെ പാത്രം ഉണ്ടോ ഇതിലാ മാഗി? വല്ലതും പറ, മണ്ടം പറയാതിരിക്കുന്ന ആ പാത്രം എടുത്തേ. ഞാൻ പറഞ്ഞുതരാം. ഏയ് ഇത് പൊട്ടിച്ചോ. അല്ല പാത്രം കഴുകണ്ടേ? ഒരച്ചെഴുക. സ്ക്രബ്ബർ ഇട്ടിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. സ്ക്രബ്ബർ ഇട്ടിട്ടുണ്ട്. കുറച്ചുള്ളൂ. ഇത് ഭൗമിക്കറിന്റെ വീട്ടിൽ തോന്നുന്നുണ്ട്. അവൻ കളയാൻ വേണ്ടി കൊണ്ടുവന്നത് ഇങ്ങോട്ട് കൊടുത്ത്. ഏയ് ഞങ്ങിപ്പോ കാട്ടിത്തരാ. കഴിയുക. ഈ വെള്ളം വേണോ കുപ്പി വെള്ളം വേണോ? എന്നാ വെള്ളത്തിൽ കഴിക്കോ. മാഗി ഉണ്ടാക്കാൻ വേണ്ടാ. നല്ല വെള്ളം. സോപ്പ് ഉണ്ടോടാ? സോപ്പൊന്നും വേണ്ട. ആ സോപ്പ് നമ്മുടെ വയറ്റിൽ പോവും. ശരിയാണ്, സോപ്പ് വേണ്ട. തീയും പുകയും പറപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ടീം പുറപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് ടീം തന്നെ ഉണ്ട് അവിടെ. അതെ, തീയും പുകയും പറപ്പിച്ചുകൊണ്ട് ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കയ്യിൽ കവറൊക്കെ ഉണ്ട്. എന്നിട്ട് പോകില്ലാതാവും. ആ പറ. ഇനി അവരുടെ പ്ലാനില് ഇനിയിപ്പോ എന്തെങ്കിലും ചലഞ്ച് വരും. ഈ പെട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചലഞ്ച് ഉണ്ടാവോ? അതൊരു കാര്യം ചെയ്യ്. അതിപ്പോ ചെയ്യല്ലേ. കുപ്പിവെള്ളയിലിട്ടെ. അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ അയ്യോ ചോക്കോ. ഇത് ആപ്പിളും ഉണ്ടല്ലോ. അങ്ങനെ അജും ഭൗമിക്കും കള്ളനാ. ഇങ്ങോട്ടാ കഴിച്ചോ. ഞാൻ കഴിക്കൂല. കുറച്ച് കഴിച്ചോ. ഉള്ളത് മൊത്തം കഴിച്ചു കണ്ടില്ല. തേൻ പോലത്തെ പഴം. ഇതാണ് ശരിക്കും തേൻ പോലത്തെ പഴം എന്ന് പറയുന്നത്. ഭൗമിക്കരും കൂണ് കള്ളം വന്നിട്ട് സൗണ്ടൊക്കെ വന്ന് പഴുത്തുമ്പോ തൊലിന്ന്. വാവ്, സൂപ്പറാ. അപ്പൊ നമ്മത് വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക്. തൊഴ പറക്കാനുള്ള കുക്ക് ചെയ്യാം. അവരെന്തിനാ വന്നേ? എന്തിനാ പണിയാ? കൽപ്പണിയാ? എന്തിനാ നീ വന്നേ? കറുപ്പ് ടീംസ് എത്തിയിട്ടുണ്ട്. എന്തോ ഡായി പോയിട്ട് വന്നിട്ടുണ്ട്. തിന്നാനാ? തിന്നാനാ? അവന്മാർക്ക് എനിക്ക് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏത് പെട്ടിയാ കിട്ടിയേ? ഞങ്ങളുടെ റിച്ച് പെട്ടിയാ, നിറച്ച സാധനങ്ങള്. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ. നിങ്ങ മാഗി കൊടുത്ത് അതില് വെള്ളം ഒഴിക്കാൻ വെള്ളം കൊടുത്താ? അതില് വെള്ളമില്ല. ഞങ്ങ കൊടുത്ത് നിങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്ത് ഇവിടെ തിന്നാനൊന്നുമില്ല. പൊക്കോ. തിന്നാനൊന്നുമില്ലെന്ന് പറയോ? വേണം. അവന് വേണ്ട. ഞങ്ങൾക്ക് വേണം. എന്നാ അങ്ങോട്ട് വന്നേക്ക്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്തിട്ടാണ് ഒരു ചലഞ്ച് ഉണ്ട്. അതെന്തൊരു ചലഞ്ചാണ്? ഈ കുപ്പിയുടെ കച്ചവടം നിർത്ത്. കൈ കൊണ്ട് കോരി ഈ വെള്ളത്തിൽ നിന്ന് കുപ്പിയുള്ളിലേക്ക് വെള്ളം നിറയ്ക്കണം. സിമ്പിൾ അല്ലേ? വാടാ. ചലഞ്ച് ഏറ്റെടുക്ക്. വെള്ളത്തില് അല്ല കുപ്പിയിൽ വെള്ളം നിറക്കണമെന്ന്. അതെ ഞാൻ കാര്യം പറയട്ടെ. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം. കഴിക്കട്ടെ. എനർജി വേണം ഞങ്ങക്ക്. പകുതി മൊത്തം നിന്നാ ഇഞ്ഞില്ലട്ട് ഇങ്ങനത്തെ സാധനം മൊത്തം നിന്നാക്കത്. അപ്പൊ നമുക്ക് ചലഞ്ച് തന്നേക്കാണ്. റംബൂട്ടാൻ കിട്ടാനുള്ള ചലഞ്ചാണ്. സംഭവം വേറെ ഒന്നുമല്ല. 2 ടീമിന് ഓരോ കുപ്പി കൊടുത്തിട്ടുണ്ട്. അതില് കൈ വെച്ചിട്ട് നമ്മള് വെള്ളം ഒഴിച്ച് നിറയ്ക്കണം എന്നാ പറയുന്നത്. നിറച്ചു കഴിഞ്ഞാൽ
റെഡി 1 2 3 സ്റ്റാർട്ട്. എടോ വാശേരിയ മത്സരം. വാശിയേറിയ മത്സരം. ബ്ലൂ ടീം സിമ്പിളായി ജയിക്കാൻ പോകുന്നു. അത് കൂടുതൽ മുങ്ങിയ ഫൗളാണ്ടാ. മണ്ടന്മാരെ ഐഡി ഉപയോഗിക്കും. അവരിപ്പൊ ജയിക്കും. ബ്ലൂ ടീം ഇപ്പൊ ജയിക്കും. ബ്ലൂ ടീം ജയിച്ച്. ബ്ലൂ ടീം ജയിച്ച്. ആളെ കാട്ടി കൊടുത്തേ. നിങ്ങൾ എന്തിട്ട് കാട്ടേ? അപ്പൊ സമ്മാനം കൊടുത്തോ? സമ്മാനം വേണ്ട, സമ്മാനം വേണ്ടെന്നാണ് കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ല. കിരണ് വേണ്ടെന്ന്. സമ്മാനദാനം. ഞങ്ങളുടെ റംബൂട്ടാൻ ഒരു പാക്കറ്റ് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ ഒരു സമ്മാനം കേട്ട്. ഞങ്ങൾക്ക് എന്തേലും വെള്ളം തരാ. ചെറിയൊരു കയ്യബത്താ, നാറ്റിക്കരുത്. റംബൂട്ടാനെ കിട്ടിയിട്ടുണ്ട്. പഴുത്ത റംബൂട്ടാൻ സമ്മാനം കിട്ടിയ റംബൂട്ടാനുമായി നമ്മൾ നിങ്ങൾക്ക് തരാം. വെള്ളം പോലും വെള്ളം തന്നിട്ട് കൊടുത്താൽ മതി. വെള്ളം തന്നിട്ട് കൊടുത്താൽ മതി. വെള്ളം എടുത്തുണ്ടാ ഇല്ല, എടുത്തുണ്ടാ നീ മതി. എന്തിട്ടത് അടിയ മാങ്ങണ്ടി പ്രശ്നം കഴിഞ്ഞു ഞങ്ങനെ തന്നത് ഇതവരില്ല തന്നേ. തരുമൊരു മര്യാദക്കാ ഞങ്ങൾക്കറിയ ഉള്ളിൽ ഇങ്ങനെ തിന്നോ. നമുക്ക് നീ വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അന്ന് റംബൂട്ടാൻ പിടിക്കും. കുരു പോലും കാണാനല്ലടാ. കുരുവൊക്കെ റംബൂട്ടാനും വീട്ടിലത്തെ കട കളയറൊക്കെ വെച്ചതാ. വഞ്ചിക്ക് കൊണ്ടതാക്കി തോട്ടിലൊഴുക്കി കളയേണ്ട സാധനം ഇങ്ങോട്ടൊക്കെ. അവന്റെ മൊരടിച്ച സാധനം പീക്കിരി സാധനം കണ്ടത്. റംബുട്ടാൻ ഇതിന്റെ പേര് റംബുട്ടാൻ. ഞങ്ങ ഇപ്പൊ ഒരു സൂത്രം കാട്ടിത്തരാ. ഞങ്ങ പകുതിക്ക് വെച്ച് നിർത്തിയാക്കരുത്. കൊതിപ്പിക്കണത് എങ്ങനെയെന്ന് ഞങ്ങ കാട്ടിത്തരാം. നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഉണ്ടാക്കും. അടുത്തതായി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ബ്രെഡ് ജാമല്ല, മാഗി ഉണ്ടാക്കാം. മാഗിയാ? ഞങ്ങൾക്ക് മാഗി ഉണ്ട്. ഞങ്ങ എന്നാ വെള്ളം കുപ്പിയല്ലേ? ഞങ്ങളുടെ വെള്ളം കുപ്പിയല്ലേ? അവരിലെ വെള്ളം തരണ്ടേ? അവര് തരാത്തോണ്ട് പെട്ടിനകത്ത് എന്നോട് പോണാ. ഇത് മറന്നുപോയത് ഞങ്ങളോടാ. നീ പോടാ. വരൂടാ, നീയൊക്കെ വരും. ഞങ്ങളുടെ സകല സാധനങ്ങളുണ്ട്. താമര സെറ്റ് ചെയ്യണത് എങ്ങനെയാവും? ഇതൊക്കെ അല്ലേ ഇതിന്റെ ഐറ്റംസ്. എന്ത് ഒരു മര്യാദ കൊണ്ടാ തരുമ്പോ. ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കിയ സാധനം അല്ലത്. അപ്പൊ എന്തായാലും നമ്മുടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കേട്ടോ നമ്മളിന്ന് തകർക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായി കയ്യും പുള്ളി അത് ടെസ്റ്റ് ഡോസ് അടിച്ചതാണ്. കത്തണ്ട് ഇല്ല എന്റെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് മാഗി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. മാറി തൊടയമൊക്കെ വീഴൂട്ടാ. മാഗി അല്ല, എപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള്. എപ്പി ഇവിടെ മാഗി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്. അവിടെ നോക്ക്, ഇവിടെ ഗ്യാസ് മുഖം കത്തി പോട്ടാ. അറിയാടാ, ഫോണുണ്ടോ? യൂട്യൂബ് നോക്ക്. അറിയാ. എല്ലാം കത്തു തോന്നുന്നുണ്ട്. അവിടെ കൊടുത്തില്ല പാത്രം നോക്കണം. ഇരിക്കൂല സാധനം. നിങ്ങളിതിന് മാഗി ഇരിക്കൂല. ഒരു സാധനം നന്നാക്കണമാണ്. പിടിക്കാൻ എടാ എടുക്കടാ മാഗി എടുക്കടാ. മാഗി എടുക്കടാ. എടാ കുറച്ചു വെള്ളം വേണോടാ. കുറച്ച് മാഗി ഉണ്ടാവും. അയ്യോ, ആ വെള്ളം അത് കിണറ്റിലെ വെള്ളം.
അത് പുഴയിലെ വെള്ളം കള എല്ലാം കള കുറച്ച് കഴുക് അത് കള കഴുകി പാത്രം കഴുക് തോട്ടിലെ വെള്ളം എടുത്ത് വെച്ചാൽ മീനൊക്കെ ജീവിക്കണേ അയ്യോ അയ്യോ കളയാരാ വെള്ളമുള്ളത് നീ പോടാ എവിടെ എന്ത് കൈ നോക്കാം എടാ വെള്ളം ഒഴിക്കടാ വെള്ളം തിളച്ച് വരാറായി. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് എപ്പിടും. തോട്ടിലെ വെള്ളം എടുത്ത് വെച്ചാൽ അന്ന് കുറച്ചുള്ളൂ. അല്ല ഇത്ര വേണോ? ആ ഇത്ര വേണം. അറിയോ എടാ ഇഞ്ഞ മറ്റേ സാധനം ഇപ്പി. ആ വെള്ളം പോട്ടാ വെള്ളം എന്തിട്ടാ എടാ ഇടറാ ഇടറാ കിട്ടോ. ഒടിച്ചിരുന്നോ? ഓടിച്ചൊന്നും പറഞ്ഞ 2 പീസ് മതിയില്ലേ? ആ 2 പീസ് ഉള്ളൂ അല്ലേ? അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പി പൊട്ടിച്ചിരുന്ന നേരമായി. ചില മണ്ടന്മാരിടാ വെള്ളം വെച്ചെന്റെ കൂട്ടത്തിൽ തന്നെ എപ്പിട്ടിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. അതെ ഇത് ഞങ്ങളുടെ സ്റ്റൈല്. ആ നിങ്ങളുടെ സ്റ്റൈലുണ്ടായിക്കോ. നമ്മുടെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് എപ്പി ഇട്ട് കൊടുക്കുക. എപ്പി അങ്ങനെ ഞങ്ങളുടെ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കണ്ട. എഴുതി ഇളക്കി കൊടുത്തോ? ഇളക്കിയ സാധനം മറിഞ്ഞല്ലോ മേത്തേക്ക്. അയ്യോ മേത്തേക്ക് വേണ്ട നോക്കിട്ടാ. ആ ജിയോ തന്നെ ഇളക്കണ്ട്. ഏത് ഈ സാധനം നമ്മടെ അതില് തിളക്കണ്ടല്ലോ. തിളക്കണ്ട അതില് അതെ ഞങ്ങളെ കുറച്ച് കൂടുതലുണ്ടാ. അതാണ് അവര് പെട്ടെന്ന് ശരിയായില്ല. ഇതെന്താ കുറെ കൊടുക്കണേ. അപ്പൊ നമ്മുടെ മസാല ഇട്ട് കൊടുക്കണ്ട. ഈ സാധനം കൂടി വന്നു കഴിയുമ്പില്ലേ നമ്മുടെ എപ്പി വേറെ ലെവലാവും. കിരാ നിന്റെ വയ്യാകൊക്കെ ഇന്ന് ഈ നൂഡിൽസ് കഴിക്കലോടി മാറും. ഇതിന് ശക്തിയുള്ള നൂഡിൽസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താ വെള്ളം തിളപ്പിച്ച് കാണുന്നതാ. അപ്പൊ നമ്മുടെ നൂഡിൽസിന്റെ മസാല ഒക്കെ ഇട്ട് അതാ ബിഫോർ സർവ് എന്നാണ് എഴുതിയാണേ. വാവ്. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെള്ളം തിളക്കണുള്ളൂ. തിളച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഭക്ഷണത്തിനായി നമുക്ക് കിട്ടിയിരുന്നത് നൂഡിൽസ് ആണ്. നൂഡിൽസ് ഏതാനും നിമിഷങ്ങൾക്കകം വെന്ത് റെഡിയാവും. അയ്യേ ആപ്പിളൊക്കെ ഞങ്ങൾക്കൊന്നും വേണ്ടത്. ഞാൻ കഴിക്കാറില്ല. അവിടത്തെ കഞ്ഞി വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്തായി കഞ്ഞി? ഞങ്ങളെ ശരിയായി. കുന്തമായി. ഇവിടെ ഞങ്ങളുടെ സാധനം റെഡിയായി. എടാ എന്തായി നമ്മുടെ നൂഡിൽസ് ആയാ? ആയി. ആറ്റിയോട് വെള്ളം മാറ്റാനുണ്ട്. അയ്യോ എന്നിട്ടാ പുറത്തേക്കുള്ള പൊടി ഇട്ടളേ. ഞങ്ങൾ ചായ ഉണ്ടാക്കണതാ. ഇതോടെ പാലൊക്കെ തിളക്കണ തിളച്ചിടാ. ഞങ്ങളുടെ സാധനം സെറ്റ് ആവാറായിട്ടോടാ. ഇല്ല കുറച്ചുകൂടി. അയ്യോ ഞങ്ങളുടെ ആംബുലൻസിലേക്ക് വിളിക്കോടാ. ഞങ്ങളുടെ ചക്കര കൊണ്ടുവന്നേടാ. ആ പാലാച്ചിൽ കഴിഞ്ഞ് വീടിന്റെ പാലാച്ചിൽ കഴിഞ്ഞ് നമ്മുടെ നൂഡിൽസ് ആയാ? അങ്ങനെ ഞങ്ങളുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ദമ്മട് കഞ്ഞിയാ കാണിച്ചു കൊടുത്തേടാ. നിങ്ങളുടെ നൂഡിൽസ് കാണിച്ചേടാ. കഞ്ഞിയാ അതിന്റെ ഉള്ളൊന്ന് കാണിച്ചേ. നിങ്ങളുടെ നൂഡിൽസിന്റെ പാത്രത്തിന്റെ ഉള്ളൊന്ന് കാണിച്ചേ. ഒന്ന് ഇളക്കേ. എന്തിട്ടാണത്? ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. നൂഡിൽസ് കഞ്ഞിയാ? അയ്യേ ഇത് കുറച്ചുകൂടി ഒന്നൊരു കുക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വെറൈറ്റി സാധനമാണ്. അവിടെ പോലെ കഞ്ഞി ഒന്നല്ല ഞങ്ങൾ ഉണ്ടാക്കി. നൂഡിൽസ് വെച്ച് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളുണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ് കേട്ടാ. അതും നൂഡിൽസ് ബർഗർ. വാവ്. ഭൗമിക്കിന് കൊടുക്കാനാ? കുറച്ച് ഭൗമിക്കിന് കൊടുക്കാൻ മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ബർഗർ ഇല്ലേ, ഇത് നൂഡിൽസ് ബർഗർ ഇങ്ങനെ അടയ്ക്കുന്നു. ഞങ്ങളുടെ ബർഗർ പ്രീമിയം ആണ്. ഡബിൾ പാറ്റി ട്രിപ്പിൾ പാറ്റി അവനെണ്ണാക്കറിയാനുള്ള സാധനമുണ്ട്. വെള്ളം വെള്ളം എടുത്തോ. എങ്ങനെയുണ്ടാ? എനിക്കും ഞങ്ങളുടെ മാഗി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ മാഗി ഞങ്ങള് അടുപ്പത്തുനിന്ന് തിന്നോണ്ടിരിക്കേ. ഇറക്കി വെക്ക് അല്ലെങ്കിൽ അണ്ണാക്ക് പോലും എന്റെ പൊന്ന് എന്ത് നീട്ടോ. ഞങ്ങളുടെ മാഗി കൊടുക്കാൻ നീട്ടോ.
ഇങ്ങോട്ട് വാ ബോമിക്ക് ഇങ്ങോട്ട് വാ അവിടത്തെ തിന്നഴിഞ്ഞില്ലേ നീ ഇങ്ങോട്ട് വാ ഇനി ഇങ്ങോട്ട് വാ എടാ റിവ്യൂ പറയണോട്ടെ ഏതോ നല്ലതെന്ന്. അത് പറയാം മാഗിയൊക്കെ ഞങ്ങളുടെ നേരത്തെ ഇതാ അതുകൊണ്ടാണ് ഇവരുടെ ഇവന് എന്തുട്ടാ 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 എന്റെ കയ്യിൽ എന്തുട്ടാ ആ മഞ്ച എവിടെ മഞ്ച് ഒന്നുമില്ല എന്റെ ചേട്ടായി അവ ഓമിക്ക് സാധനങ്ങളൊക്കെ എടുത്തോണ്ടോ കള്ള നമ്മുടെ സാധനം ചൂടാറട്ടെ നമ്മുടെ സാധനം ടേസ്റ്റ് പറഞ്ഞിട്ടാ ടേസ്റ്റ് പറഞ്ഞു കഴിച്ചിട്ടില്ല മര്യാദക്ക് ചൂടാറി മുതലിറങ്ങിയിട്ടുണ്ട് അങ്ങനെ മാഗിയുടെ കഞ്ഞി വന്നുണ്ട്. നീ പോടാ നിങ്ങളുടെ മാഗി മാത്രം നല്ലത്. ഞാൻ ടെസ്റ്റ് ചെയ്തു എന്തുട്ടാ എങ്ങനെയുണ്ടോ അവരുടെ മാഗി? കൈ വെച്ച് കൊടുക്കണോ ഇവർക്ക് മസാല ഒന്നും ഇട്ടില്ലേ? ഒരു രസമില്ലല്ലോ ഞങ്ങളുടെ രസം ഉണ്ടായില്ലേ? നിങ്ങളുടെ അടിപൊളിയായിരുന്നു. അയ്യേ പ്രവീണ നിങ്ങൾക്ക് എന്തുട്ടാ മാഗി നിങ്ങളുടെ കൊള്ളൂലായിരുന്നു. എന്തിട്ടാണ് കാണുമ്പോ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മ അടുത്ത ചലഞ്ചിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഈ റിങ്ങിലേക്ക് എന്തിട്ടാണ് ബോൾസ് ഈ റിങ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് ബോളുകൾ ഇടണം. ആ ബോൾ ഇടുന്ന ടീം ജയിക്കും. ഒരുമിച്ച് അറിയണതല്ലേ വേണ്ടേ? ഒരുമിച്ച് 2 ബോൾ കൊടുക്കും ഒരു ടീം. അതിൽ 2 ഒരെണ്ണം വീഴ്ത്തണം. ഏത് വീഴ്ത്തണോ അവർ ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ വീഴ്ത്തണം അവർ ജയിക്കും. അതന്നെ. അപ്പോൾ മച്ചാമാർ അവർ ക്യാമ്പിങ് ആണെന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കണില്ല. അപ്പോൾ ഞാനും ഭൂമിക്കും കൂടി ഒരു തീരുമാനത്തിലെത്തിയേക്കാണ്. അപ്പോൾ ഇവർക്ക് ലാസ്റ്റ് ഒരു ബമ്പർ പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബിരിയാണിയും കുറച്ച് സാധനങ്ങളും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ 2 പേരുടെയും പേര് കൂടി എഴുതിയിടുകയാണ്. അപ്പോൾ സമ്മാനം കിട്ടിയ സാധനങ്ങൾ അവർ ഏറ്റെടുക്കണം എന്നാണല്ലോ. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഫ്രണ്ടിലിപ്പോൾ ബിരിയാണിയും കുക്കിംഗ് സ്റ്റവ് എഴുതിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പേര് ഈ ബാക്കിൽ എഴുതിയിടും കാണാത്ത വിധത്തിൽ. അങ്ങനെ ഒരു സർപ്രൈസും കൂടി അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇനി അത് നോക്കാം. അപ്പോൾ പെട്ടിയുടെ ഉള്ളിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഭൗമിക്ക് ഇത് അവിടെയാണ്. അവനിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോൾ എറിയൽ ചാലഞ്ച്. അതിൻ്റെ വിന്നർ ആരാണ് അവർക്കാണ് ഈ ബിരിയാണി സർപ്രൈസിൻ്റെ ഒപ്പം ഞങ്ങളെന്ന സർപ്രൈസും കിട്ടാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ക്യാമ്പിങ് കണ്ടിട്ട് കൊതിയായി. അതുകൊണ്ടാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാനില്ല. ഞങ്ങൾക്ക് ഇവിടെ പുറത്തുനിന്ന് ബോറടിച്ച്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പണി ചെയ്തത്. അടുത്ത ചലഞ്ചിന് റെഡിയാണോ? ബ്ലൂ ടീം റെഡി. ചലഞ്ച് നമ്പർ 2. സംഭവം ഈ കാണുന്ന 4 മഞ്ഞ ബോള്. ഇതിൽ 2 റെഡ് ടീമിനും തരും, 2 ബ്ലൂ ടീമിനും തരും. അവിടെ ആ ഒരു ഇത് കണ്ട, ആ മുളം കുറ്റിയും ഒരു റിങ്ങും അതിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞിടണം. അത് അതിൽ വിജയിക്കുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് ബമ്പർ സമ്മാനമാണ്. ബമ്പർ സമ്മാനം. ബമ്പർ സമ്മാനം. ഞങ്ങൾ തുടങ്ങിയാണ്. അതറിയില്ല. ഒഴുക്ക് മറ്റേന്റെ ഉള്ളിൽ ടീമിന്റെ 2 ചാൻസും പോയേക്കാണ്. ടീം ബ്ലൂ അതിലല്ല. അയ്യോ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് ഇനി. ഇല്ല, എറിഞ്ഞിടണം. അവിടെയാണ് നിങ്ങളുടെ കഴിവിരിക്കണം. അങ്ങനെ കുറെ ബോൾ വേണമായിരുന്നു. അപ്പൊ അടുത്ത ചലഞ്ച്, ഈ ചലഞ്ച് നടക്കാത്ത കാരണം അടുത്ത സാധനം ചെയ്യാണ്. അപ്പൊ ആരാദ്യം പോയി അവിടെ കിടക്കണ ബോളിൽ നിന്ന് എടുത്താ റിങ്ങിലിടുന്നോ അവർക്ക് അപ്പുറത്ത് സമ്മാനം. അതന്നെ, ഇഷ്ടമുള്ള ബോള്. അവിടെ 4 ബോളുണ്ട്. ഏതെങ്കിലും ഒരു ബോൾ ഒരുമിച്ച് 2 ടീം ഇടുന്നെങ്കിലോ? ഒരുമിച്ച് ഇടൂലല്ലോ. അതിന്റെ സമ്മാനം അവിടെ ഉണ്ട്. സമ്മാനം ഇഷ്ടമുള്ള റെഡി. താഴ്ചൊന്നും ഇല്ല. ആ കുട്ടിയുടെ അത്ര റെഡി. 1 2 3 സ്റ്റാർട്ട്. സമയം തുടങ്ങിട്ടാ സ്റ്റാർട്ട് പറഞ്ഞ്. ഇനി നിങ്ങൾക്ക് എപ്പോ പോയി എടുക്കാം. സ്റ്റാർട്ടൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് നേരത്തെ പറഞ്ഞ് പഞ്ചൊന്നുമില്ല. നിങ്ങൾക്ക് സമയം സ്റ്റാർട്ട് ചെയ്തണ്ട്
അതിന് അടിപൊളി സമ്മാനാണ്. 2 സമ്മാനം. ചത്തോടോ ചത്തു. ഒരു സമ്മാനം വേണ്ടേ? അവർ സമ്മാനം എടുക്കും. അതിന് ഇഷ്ടമുള്ള പെട്ടി എടുക്കാം രാവിലെ. ഞാൻ വഞ്ചി കയറട്ടെ. തിരിക്കി മണ്ടൻ കൗട്ട. ഏയ് ആ പെട്ടി കാണിക്കണ്ടേ? പോട്ടെ അവര് നീങ്ങാൻ പോകുമ്പോ ബോളറിനാം എടാ മണ്ട ബോളറിനാ തലയിലിരുന്ന് നീ ചെല്ലു സ്പീഡാക്ക്. ഒരു ബോൾ ഇട്ടാ മതി. ഒരു ബോളറെന്നാ പറഞ്ഞേ. റെക്കോർഡ് ചെയ്ത് നോക്കിക്കോ. നിങ്ങ റംബൂട്ടാൻ നിൽക്കുമ്പോ ഓർക്കണം മോനതായിട്ട് എന്തോ അത് മതിയാ? ഇല്ല ഏത് വെട്ടി വേണമെങ്കിലും എടുക്കാം. ഒരെണ്ണവർക്ക് കൊടുക്ക്. സർപ്രൈസ് ഉണ്ട് സർപ്രൈസ്. അതൊക്കെ ഉണ്ട് ക്ലിപ്പുണ്ട്. തുറന്നോക്ക് വിക്ടറി. അതോ അതിന്റെ ഉള്ളിൽ കൂടെ കയറുന്നത്. പൊട്ടിച്ചോ സാധനം ചീത്ത സാധനം ഇപ്പൊ മുക്കുവനാ കത്തിക്കാനെ കുത്തിക്കോ. സോസും മറ്റേ പച്ചവെള്ളോ നിങ്ങളാണ് സെലക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കായിരുന്നു. മറ്റേന്തിനാ നോക്കിയടാ മറ്റേതാ പറഞ്ഞ നീങ്ങടാ ഇപ്രാവശ്യം വലിയ ഭാഗ്യമാണ്. ക്രിസ്മസ് ഫ്രണ്ടാ സമ്മാനം ചെയ്തേക്കണേ. അതിന്റെ ഉള്ളിൽ പേപ്പർ ഉണ്ട്. ഞങ്ങക്ക് സമ്മാനം കിട്ടി. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലേ? അത് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിച്ചോ. അത് 2 പേരുടെ എഴുതിയേക്കണേ. അതിലാണ് മെഗാ സമ്മാനം ഇരിക്കണേ. മെഗാ സമ്മാനം എനിക്ക് കിട്ടിയത് ഒരു സമ്മാനവും ഇല്ല. കിട്ടിയടാ ഇവര് കിട്ടിയത് ഒരു സൂക്ഷില്ല ഞങ്ങൾക്കല്ല കിട്ടാ. രണ്ടുപേരും കൂടി എന്റെ കയ്യിൽ എങ്ങനെ മനസ്സിലാവും? ആരെങ്കിലും ഒരാൾ പോകുമ്പോ ദൂരെ പോയിട്ടെങ്കിലും വായിച്ചു നോക്ക്. കുക്കറാ ഞാൻ കണ്ടാലേ കൊടുക്കണോ? എടുത്തോ വായിച്ചു നോക്കിട്ടാണ്. കുക്കർ മാത്രം കിട്ടിയില്ലല്ലോ. കുക്കർ ആണിയാ അതിനോട് മര്യാദക്ക് മൊത്തം നിവർത്ത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട് എഴുതിയിട്ടുണ്ട്. നശിപ്പിച്ചില്ലേ? കുക്കർ ലോക്ക് കീ നിങ്ങളല്ലേ നശിപ്പിച്ചേ? അല്ല എഴുതി നിങ്ങൾക്ക് അറിയാൻ പറ്റൂല എന്തിനായിരുന്നു? അയ്യോ പറഞ്ഞാ ശരിയാവൂല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂല. അതെ വീഡിയോന്റെ ക്ലിപ്പിലുണ്ട്. ബിരിയാണിയാ കുക്കർ ബിരിയാണിയാ? കുക്കർ ബിരിയാണി
ഫ്രണ്ടില് ബിരിയാണി ബാക്കില് ബൗമിക്ക് ബിരിയാണി കിറ്റ് വേണമെങ്കിൽ ഞങ്ങൾ പോണോ ഇനി ഞങ്ങളെ കയറ്റണം അല്ലെങ്കിൽ സാധനം തരില്ല ബിരിയാണി ഞങ്ങളുടെ കയറ്റോ ഞങ്ങളുടെ ക്യാമ്പിങ്ങിൽ കയറ്റോ നല്ലതാണ് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാന്ന ബിരിയാണി വേണ്ട പ്രൊഫഷണൽ ഷെഫ് ഉണ്ട് പോട്ടെ ആരാണ് ഞാൻ തന്നെ പോട്ടെ വേണ്ടല്ലോ ബിരിയാണി ഉണ്ടാക്കണ്ടല്ലോ ഉണ്ടാക്കണോന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാറില്ലല്ലോ ആ ഞങ്ങളെ കൂട്ടോപ്പാ ഞങ്ങളെ കൂട്ടൂലേ ബാക്കി എന്തെങ്കിലും ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടിയേക്കെന്താണ് ബിരിയാണി സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടിയേക്കെന്താ ഞങ്ങൾ നിങ്ങൾക്ക് ദുബായ് കയറോ ദേന വന്നി ഞങ്ങളെ കൂട്ടോ പറ ഇവിടെ അട്ട കടിക്കൊന്ന് കേറി നിങ്ങ പറ ഞങ്ങളെ കൂട്ടോ പട്ടം കൂട്ടൂലല്ല എന്നാ കിറ്റ് ഞങ്ങൾ ബിരിയാണി അവിടെ വെച്ചുണ്ടാക്കും ഉണ്ടാക്കി ഞങ്ങക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ ആ ചെല്ലി നിങ്ങ ഇങ്ങനെ പറയല്ലേ എന്നാലും വെള്ളം തന്നില്ലല്ലേ ഞങ്ങക്ക് വെള്ളം തന്നെ പൊട്ടിച്ചോളൂ എന്നിട്ടല്ലേ നീ റംബൂട്ടാൻ തന്നെ ഏത് ഒരു കേസ് വെള്ളം ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളെ ടീമിൽ ഇറക്കാം ബിരിയാണി ഉണ്ടാക്കാൻ 10 ലിറ്റർ വെള്ളം വേണോ അറിയോ ദിവനാണ് ഐഡിയ പറഞ്ഞെ ഞാൻ വിട്ടിട്ടില്ല. അത് അങ്ങനെ പൊങ്ങിപ്പോയാ കല്ലുമ്മ പിടിക്കില്ലേട്ടോ കയ്യൂരി പോകണ്ട എങ്ങനെ അവിടെ കിടക്കണോ ഞാൻ കേറുണ്ട്. ആ കേറാന്ന് ആദ്യം ഒരാൾ കേറട്ടേന്ന് ഇത് പള്ളക്ക് സ്ക്രൂ കയറും ഒടിഞ്ഞ് സമാധാനായില്ലേ ഒടിഞ്ഞ് അത് കയറ്റിടാ സിമ്പിളായിട്ട് കയറ്റിടാ ഇങ്ങനെ ഇത് ചക്ര ഒടിഞ്ഞ് ആ പോയത് ഇത് വേണാ ലൈഫ് ബോട്ട് കൊണ്ടുപോവാ ഇത് ചത്ത് ഒടിഞ്ഞത് അത് പിടിക്കാം എവിടെ വെക്കാ ഞാൻ വിട്ടേനെ പോയി ഗിഫ്റ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയത് റെഡ് ടീമിനാണ്. പക്ഷെ റെഡ് ടീമിനോട് തുണിയിലാണ്ടൊക്കെയാണ് ഇരിക്കണത്. അയ്യേ ഞങ്ങൾ ബ്ലൂ ടീമിന് തുണിയൊക്കെ ഉണ്ട്. എന്നിട്ടാണത് നിങ്ങൾക്ക് എന്താ സാധനം ദിവ്യ വെളിച്ചത്തിന്റെ ഇടയിൽ കൂടി എന്താണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഗിഫ്റ്റ് ഗ്യാസും കുറ്റി കുക്കറ് ഗ്യാസ് വേറെ എന്തെങ്കിലും ഉണ്ടാ ഓ ബിരിയാണി വെക്കാനായിട്ട് വെള്ളം ഉണ്ടോ നിങ്ങൾ രണ്ടുപേരെയും ഫ്രീ അതന്നെ ഈ ഇതുപോലെ ലൈറ്റ് ഇട്ടാ ഞാൻ കയറിക്കോ അല്ലാതെ വലിഞ്ഞ് കയറിയൊന്നും വരണ്ട എന്തൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെ സൂര്യനൊക്കെ അസ്തമിക്കാറായി മൊത്തം ഗെയിംസ് വീഡിയോയില്. അപ്പൊ അതെ എന്തിനാണ് പെട്ടിയില് ഇതാണ് മറ്റേ ജയിച്ച ടീമിന് ഗിഫ്റ്റ്. നിങ്ങൾക്കല്ലേ കിട്ടിയത് ബിരിയാണി. അവർക്ക് കൊടുത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ളൂ. ഞങ്ങൾ പാവങ്ങളോട് വെയിറ്റ് ചെയ്തോളാം. കൊടുത്തേക്ക് അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്ക്. എന്തിട്ടൊക്കെ ഉണ്ട് ദേടെ ഒരു വലിയ പെട്ടി നിറയെ സാധനങ്ങള് കൊടുക്ക്. ഒരു വലിയ പെട്ടി നിറയെ സാധനങ്ങള് എടുത്തോ റെഡ് ടീമിന് വലിയ പെട്ടി നിറയെ സാധനങ്ങള്. എടാ റെഡ് ടീമിനല്ലേ ബിരിയാണി കിട്ടിയത് കൊടുത്തേക്ക്. ബിരിയാണിക്കുള്ള സാധനങ്ങള് പെട്ടി കിട്ടിയില്ലേ ആ പെട്ടി എന്ന് പറഞ്ഞാടന്ന് ദേടോ റെഡ് ടീമിന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വയറ് നിറയെ സാധനങ്ങള്. എന്റെ പൊന്നു തക്കാളി സവാള ഉള്ളി പ്ലേറ്റ് എന്തൊക്കെയാണ് സാധനങ്ങള്. കശുനണ്ടി എന്തിനാണ് കശുനണ്ടി സാമ്പാർ ഉണ്ടാക്കാൻ പോണാ. കൊറിയാണ്ടർ പൗഡർ മഞ്ഞപ്പൊടി കൊറിയാണ്ടർ മഞ്ഞപ്പൊടി അല്ലേ. ചിക്കൻ ദൈവമേ വൺ സെറ്റ്. ഗ്യാസ് ഉണ്ട് കുക്കർ ഉണ്ട് ഗ്യാസും കുറ്റി ഉണ്ട്. അപ്പോ റെഡ് ടീം ഉണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകുന്നേ. പാവം നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് ആകെ പാസ്തയും പിന്നെ എന്തിനാണ് കിട്ടിയത് ഒരു കുപ്പി വെള്ളവും പാസ്തയും മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ നേരൊക്കെ ഇരുട്ടി ദേ. അപ്പൊ റെഡ് ടീമിന് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ റെഡ് ടീം ബിരിയാണി ഉണ്ടാക്കും, നമ്മൾ ഇത്തവണ തിന്നും. അപ്പൊ പിന്നെ ആ പേപ്പറിന്റെ ബാക്കിൽ എഴുതിണ്ടായിരുന്നത് ഭൗമിക്ക് അജു. അപ്പൊ ഇവര് രണ്ടുപേരെ റെഡ് ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ റെഡ് ടീമിലേക്ക് എടുത്ത അജുവിനും ഭൗമിക്കിനും കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഇവിടേക്ക് ഈ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ. വേണ്ട വരണ്ട. ബിരിയാണി കഴിയുമ്പോൾ തിന്നാൻ വന്ന് ഓടിക്കും ഞാൻ. അപ്പോൾ അതെ സംഭവം പണി തുടങ്ങണം. ഒരു ബിരിയാണി ഉണ്ടാക്കട്ടെ കേട്ടാ. അങ്ങനെ നമ്മുടെ രാത്രി പരിപാടികൾ തുടങ്ങിയിട്ടാ. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ റെഡ് ടീമിന് വേണ്ടിയിട്ട് അല്ല, ഞങ്ങളുടെ ബ്ലൂ ടീം അല്ലേ, ബ്ലൂ ടീമിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലും റെഡ് ടീമിന്റെ ഇപ്പുറത്ത് വേണം. മോനെ ലൈറ്റ് എത്തിക്കടാ. ആ വെട്ട് ഓഫ് ചെയ്താ ലൈറ്റ് ഓഫ് ചെയ്. ആ അത് കുഴപ്പമില്ല. ബിരിയാണി ഇട്ടണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് നമ്മൾ നിബന്ധന ഉണ്ടായിരുന്നു. ആ കൊടുത്തോ നിപ്പ റിങ് പ്രകാശപൂരിതാവട്ടാ. ഇപ്പൊ കൂട്ടത്തിൽ ഞാനും ആ കത്തട്ടെ. ഓ മോനെ പൊള്ളി. ഇതേ നോക്കിയേ. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഇതിനെന്ത് മൂഡ് എന്നാണ് പറയാ, ഒരു പ്രത്യേക പേര് പറയൂ ഇതിനെ. നിയോൺ മൂഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
അപ്പൊ ഇനി നിയോൺ മൂഡിലാണ് ഫുഡ് കുക്കിംഗ് നടക്കാൻ പോകുന്നത്. പ്രവണേ എങ്ങനെയുണ്ട് നമ്മുടെ നിയോൺ മൂഡ്? കറക്കട്ടാ, വെറുതെ പൊട്ടിപ്പോളൂ. അടിപൊളി, എന്തൊരു രസമാണ് കാണാനായിട്ട്. നിയോൺ മൂഡ്. ഓ, ഇനി നിയോൺ മൂഡിൽ നിന്ന് ബിരിയാണി തിന്നണ്ട ഒരു. ഓ മോനെ പൊളി. വാവ്, നിയോൺ മൂഡ്. എനിക്കിഷ്ടപ്പെട്ട സെറ്റപ്പ്. തേടോ വെള്ളത്തിന്റെ നടുക്ക് രാത്രി നിയോൺ മൂഡ് ഇട്ട് പൊളിക്കണം നമ്മള്. ഇനി ഒരു മ്യൂസിക് കൂടി വെക്കണം, DJ മ്യൂസിക്. ഓ, അവിടെ പടക്കം പൊട്ടിക്കണ്ട. അയ്യോ മോനെ പൊള്ളി. ഇതെന്നൊക്കെ വേറെ മൂഡ്, വേറെ മൂഡ്. ഇനിയിപ്പോ പ്രവീൺ മച്ചാന്റെ ബിരിയാണി വരും ഇത് കഴിയുമ്പോ. ബിരിയാണി ഉണ്ടാക്കുന്ന, ബിരിയാണി ഉണ്ടാക്ക്. നൈസ് നൈസ്. അങ്ങനെ നമ്മളിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട. റെഡ് ടീമിന്റെ ബിരിയാണി കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. അപ്പൊ ആദ്യം ഗ്യാസ് കൂട്ടി എടുക്കാം. എടാ ആദ്യം ബിരിയാണി കഴുകാം നമുക്ക്. ആദ്യം നീ പോടാ. ആദ്യം ചിക്കൻ റൈസ്. ആദ്യം ബിരിയാണി റൈസ് നമുക്ക് കഴുകാട്ടാ. ബിരിയാണി റൈസ് അല്ല, അത് ചിക്കൻ കഴുകി മസാല വെച്ച് വെച്ചിട്ടോളം. ചിക്കൻ ലാസ്റ്റ് കഴിക്കാം. സഹായിക്കട്ടെ പ്രവീൺ, ചിക്കൻ സഹായിക്കട്ടെ. വേണ്ട വേണ്ട, സഹായിക്കണ്ട. ഒക്കെ ചെയ്യോ? എടാ ഇത്ര പോരടാ, നമുക്ക് ഇത്ര മതിയാവൂലേ? കുഞ്ഞു പയാതി ചിക്കൻ മസാല തേച്ച് വെച്ചാലും മസാല പിടിക്കുള്ളതില്. ചിക്കൻ വേണ്ടെന്ന്. ചിക്കൻ വേണ്ട. ചിക്കൻ വേണം. ചിക്കൻ വേണോ? ആ, അതിൽ പറഞ്ഞേ, അത് പറയുന്നേക്ക്. പ്രോ ഷെഫ് ഉള്ളപ്പോ ഇവിടെ നിങ്ങൾ അപ്പൊ ആദ്യമായിട്ട് പ്രവീൺ മച്ചാന്റെ റെഡ് ടീമിന്റെ കുക്കർ വർക്കാദ്യം. നിങ്ങൾ ആദ്യം കുക്കർ വേണോന്ന്. ചിക്കൻ അവിടെ പിടിച്ച് ഇങ്ങനത്തെ കുക്കറൊക്കെ ഉണ്ടായിരുന്ന വെറൈറ്റി സാധനമാണ്. യാദിന്റെ കുക്കർ ഇട്ടത്. കുക്കറാ? അങ്ങനല്ല, സ്പോൺസർഡ് ബൈ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. യാദിൽ കാ ഫ്രം കേട്ടോൺ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നേരത്തെ ഇങ്ങനെ തിരിക്കാൻ നോക്കില്ല. സ്റ്റിയറിംഗ് തിരിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടിച്ചെടുക്കലടാ. അങ്ങോട്ട് കണ്ടോ. അങ്ങനെ നമ്മളത് ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ കഴുകണ്ട. കഴുകട്ടെ. ആ നേരെ അതിലേക്കിട്ടെ. പ്രവീൺ മച്ചാന്റെ ചിക്കൻ മല്ലയ്യ ബിരിയാണി. കിടന്നുറങ്ങാനുള്ള ഞങ്ങനെ പേരിട്ട് മല്ലയ്യ ബിരിയാണി. കിടന്നുറങ്ങും നിങ്ങൾ. ഇന്ന് പ്രവീൺ മച്ചാൻ ഉണ്ടാക്കിയ ബിരിയാണി എടാ കാണ്ട. അപ്പൊ കാണ്ട നമ്മുടെ ചിക്കനിൽ നമ്മതേ വെള്ളം ഒഴിക്കണ്ട. അണ്ട് ഞാൻ കൈയിട്ടല്ലേ കഴുകേണ്ടത്? അല്ല, ഇളക്കി കഴുകണ വെച്ചാണ്. കാലുള്ളു. ഇത് കൊറേ ചിക്കൻ ഉള്ള. കൊറേ ചിക്കൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് പ്രവീൺ കുക്ക് ചെയ്യണത് ഞാൻ കാണുന്നത്. എനിക്ക് അതിനൊരു സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ മാഗി ഉണ്ടാക്കിയത് കണ്ടില്ലേ? അതും എടാ പ്രവീൺ മച്ചാന്റെ മാഗി ഉണ്ടാക്കി ഹെവി കുക്കിംഗ്. പ്രവീൺ മച്ചാന്റെ ആദ്യത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ബിരിയാണി. നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ബിരിയാണി പ്രവീൺ മച്ചാൻ ഉണ്ടാക്കാൻ പോവാണ്. ഞെട്ടിക്കൽ ബിരിയാണി. ബിരിയാണി എല്ലാവരും ഞെട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കാൻ. മതിയാടാ? ഇത്ര മതിയില്ലേ? മതി, ഇത്ര മതി. കൈ വെച്ചോ. എവിടെ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ചിക്കൻ പോകൂലടാ. പകുതി പോയി. ഇല്ല, അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകി നമ്മ മാറ്റി വെക്കാട്ടാ. ചിക്കൻ കഴുകി മാറ്റി വെക്കാണ്. നല്ല ഇടുവി. അങ്ങനെ ചിക്കൻ കഴുകി മാറ്റി വെച്ചേക്കാ. ഇനി മസാലകൾ എടുത്തോ. ഇനി മസാല അത് കളയല്ലേ, അതൊക്കെ ആവശ്യമുണ്ട്. ബിരിയാണി വെച്ച് ജിഞ്ചർ ഗാർലിക് ഉണ്ടോന്ന്. ഇഞ്ചി വെളുത്തുള്ളി നന്നാക്ക്. ശരി, എന്തും പിക്കലാണോ. ആയി ചിക്കൻ കുക്കറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ഇടാൻ വേണ്ട. അങ്ങനെ ചിക്കനിലേക്ക് നമ്മടെ മഞ്ഞപ്പൊടി ഇടണ്ട. ആയിട്ടോ, ചിക്കൻ മഞ്ഞ കളർ വേണ്ടേ? ചിക്കൻ മഞ്ഞ കളർ വേണ്ടേ? വേണം വേണം. കുറച്ച് മുളക് പൊടി ഇട്ടെ. ഇത് മുളകാണോ? മണം കിട്ടല്ല. ഇങ്ങനെ നോക്കണേ. മുളകാണോ? പൂത്ത മണം. ഇഷ്ടികപ്പൊടിയാണ് നിങ്ങൾ. ഇത് മുളക് പൊടിയല്ലടാ. മുളക കാശ്മീരി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊറിയൻഡർ പൗഡർ. ബാക്കി വായിക്കട്ടെ. അപ്പൊ അതെ, ഇനി ലേശം മുളക് പൊടി. ലേശം മുളക് പൊടി. എടാ അതെ, ഒരു ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. ലേശം മുളക് പൊടി കുറച്ചുകൂടി ഇട്. പിശിക്കണേ. അപ്പൊ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടല്ലേ? മല്ലിപ്പൊടി ഇടാല്ലേ? ഇട്ടേക്കാം. മേടിച്ചതല്ലേ കൊറിയൻ പൗഡർ. പൗഡർ.
ഭയങ്കര ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നടക്കുന്നേ. ഓയിലിടോ? ഓയിൽ കുറച്ച് ഒഴുക്കി. ഓയിലുണ്ടാടാ? ഉപ്പൊന്നുണ്ടല്ലോപ്പാ. ഇനി അടുത്തതായിട്ട് നമ്മ ഉപ്പിടാൻ പോവാണ്. ഉപ്പിട്. സാൾട്ട് ഫോർ ടേസ്റ്റ്. മതിയാ മതി എന്റെ ഇഷ്ടത്തിന് കേട്ടോ. ഇതിലെ ഒരു മിനിറ്റ്. അങ്ങനെയല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇങ്ങനെ പ്രാണി കത്തി വെച്ച് കുത്തിയാ പോരെ. എത്ര കഷ്ടപ്പാടാ. തുറന്നു. ഇനി അടപ്പനടക്കി. അടപ്പല്ല, അത് ഓളുള്ള അടപ്പനാന്ന്. ലോജിക്കായിട്ട് തിങ്ക് ചെയ്യ്. പതിയെ ഒഴിച്ചാൽ മതി. ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലേശം കുറച്ച് ഒഴിക്കി. അവര് ഇഷ്ടത്തിന് ഉണ്ടാക്കട്ടാ. അങ്ങനെ പറയും. കുറച്ച് ഓയിൽ കൂടി പോയുള്ളൂ. ഇനി ചിക്കൻ നന്നായിട്ട് മിസ് ചെയ്യാം. ചിക്കൻ മിസ് നീ ചിക്കൻ മിസ് ചെയ്യുന്നുണ്ടോടാ? ഹെഡ്ലൈറ്റ് ഓണാക്കിട്ട് വർക്ക്. അല്ല അങ്ങനല്ല, ഇനി നന്നായിട്ട് ചിക്കൻ മിസ് ചെയ്യാം. ഹെഡ്ലൈറ്റ് ഒക്കെ ഉള്ള പ്രവീണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചിക്കനെ കളക്കി ഉണ്ടാക്കണത്. അത് ഞാൻ നോക്കൂല. ഞാൻ നോക്കാം. പറ്റിയ ആൾക്കാർ ഉപ്പില്ല. എന്റെ വായ നിറച്ച് ഉപ്പാർന്ന്. ഒരാൾ പറഞ്ഞു നിനക്ക് തിന്നണെങ്കിൽ മതി. കൂടുതലല്ലേ ഉപ്പിൽ കൂടുതലാ കറക്റ്റാ. ചിക്കൻ മസാല വരട്ടി സെറ്റാക്കി. ഓക്കെ, അപ്പൊ പ്രവീൺ മച്ചാന്റെ ചിക്കൻ മസാല വരട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പരിപാടി എടുത്തത്? ഇനി അടുത്തത് റൈസ് കഴുകിയിട്ട് കുക്കറിട്ട് 2 വേവ് അടിക്കണം. അങ്ങനെ മസാല മിക്സ് ചെയ്ത ചിക്കൻ നമുക്കിനി മാറ്റി വെക്കാം. എവിടേക്ക് മാറ്റി വെക്കും? അപ്പുറത്തോണ്ട് വെക്കും. അപ്പൊ മസാല ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്നിട്ടാ ഇനി അരി കഴുകണം. പ്രവീൺ മച്ചാന്റെ ബിരിയാണി ഉണ്ടാക്കല് അടിപൊളിയാട്ടോ. നമുക്ക് കാണാനുള്ള കാഴ്ചയുണ്ട്. ലിമിറ്റഡ് സ്പേസിലാണ് ഈ സാധനം ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രവീൺ മച്ചാന്റെ ഒരു എഫേർട്ട്, പ്രവീൺ മച്ചാന്റെ എഡ്വിൻ മച്ചാന്റെ എഫേർട്ട് എന്തായാലും സമ്മതിച്ചു തന്നെ. ചെയ്യാൻ പോണേ കഴുകും. മസാല ഇട്ടേ മസാലയുടെ ഫ്ലേവർ ഉണ്ട് ബിരിയാണിക്ക്. നമ്മുടെ സ്പെഷ്യൽ മധുബൂതി ബിരിയാണി ഉണ്ടാക്കിയാണ്ടാ. ഇനി ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് വേണം ശുദ്ധമായ വെള്ളം. അപ്പൊ ശുദ്ധമായ പാനീയം ഉപയോഗിച്ച് നമുക്ക് ബിരിയാണി കഴുകിയെടുക്കാം. ബിരിയാണി അരി കഴുകിയെടുക്കാം. 3 റൗണ്ട് കഴുകണോ? 2 റൗണ്ട് മതി. അങ്ങനെ മസാല തേച്ച് ചിക്കനൊക്കെ മാറ്റി വെച്ച് പ്രവീൺ മച്ചാൻ ഇപ്പൊ ബിരിയാണി റൈസ് കഴുകണ്ട. എത്ര റൗണ്ട് കഴുകണ്ട? 3 റൗണ്ട്. ഏതരിയാണ് എടുത്തേക്കണേ? ബസുമതി. ഇത് ബസുമതി. ആ ബസുമതി കാണിച്ചെന്നേ. പൊന്നരിയാണ്. പൊന്നരി. വെള്ളം കളയാൻ പോലെ മെയിൻ ഷെഫ് ഇട്ടാ കിരണാണ് ഇതിന് വേണ്ട അരി പോണത് അത് എടുത്തു കിരണാണ് മെയിൻ ആയിട്ട് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത്. കാണാൻ പറ്റുള്ളൂട്ടാ. അരിയൊന്നും പോണില്ല, വെള്ളം മാത്രമേ പോണുള്ളൂ. മസാല ഇട്ടുണ്ടായിരുന്നടാ, ആ മസാലയുടെ കളറാണത്. അവർക്കറിയല്ല. നീ പറഞ്ഞത് കേൾക്കില്ല പറഞ്ഞു. സ്റ്റൗ എടുക്കട്ടോ. തക്കാളി സവാളെന്ന് പറഞ്ഞല്ലേ നിങ്ങള്? അതിനുള്ളിടോ? അത് ഇതിലിടൂല, അത് ചിക്കനാ. അത് പിന്നീട് ഇതൊക്കെ അതാ കുക്കറിൽ അടച്ചാക്കട്ടെ. ആ ഇതെടുക്ക് സ്റ്റൗ എടുക്ക്. എന്താണ് ചിരിക്കണത്? ഉപദേശം വേണമെങ്കിൽ പറയണം. സ്റ്റൗ എടുത്തോ. ഐഡിയ കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? എടാ അത് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് അളവ് വരാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ്. ഒരു അരയും കൂടി കഞ്ഞി ഉണ്ടാക്കാൻ പോണ കൊറേ വെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ. ഭാഗ്യമല്ലേ നമുക്ക് ആ പെട്ടി കിട്ടാഞ്ഞത്. ഇരുന്നിട്ട് ബിരിയാണി ഉണ്ടാക്കണ്ടോ നേരെ. ഈ സൈഡിൽ കൂടെ തുള തുളയെ കൂടെ കൈയിട്. നീ കത്തിക്ക്. തിരിക്കണ്ട. പിന്നത് സൗണ്ട് വരും തിരിക്കുമ്പോ. അവിടെ ഓണാക്കിയാ തീ കത്തി. തീയ കത്തിക്കാൻ പഠിച്ചാ ഗ്യാസൊക്കെ കത്തിക്കാൻ പഠിച്ചപ്പോ അരി വെച്ചേ.
എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. പ്രവീൺ മച്ചാനൊക്കെ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റെപ്പ് പറയാട്ടോ. അരിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടിൽ കുക്കറിൽ സെറ്റായി വരട്ടെ. അപ്പോൾ കുക്കർ സ്പോൺസർ ചെയ്ത യാദിലിന് വളരെയധികം നന്ദി. ഭാഗത്തുനിന്ന് വളരെയധികം നന്ദി. ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് വളരെയധികം നന്ദി. എന്തായാലും സാധനം കുക്കറും സംഭവമൊക്കെ സെറ്റാണ്. ഇനി ബിരിയാണിയായി കിട്ടിയാൽ മതി നമുക്ക്. നൈറ്റ് പുഴയുടെ നടുക്കിരുന്ന് ബിരിയാണി നോക്കി, അടിയിലൊക്കെ വെള്ളം, അണ്ടർ വാട്ടർ. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ റെഡ് ടീമിന്റെ ബിരിയാണി, മധുബൂത് ബിരിയാണി. എന്നാ വേണ്ട ബൂത് ബിരിയാണി, മല്ലേ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല എടാ ബിരിയാണിയുടെ മണമനുണ്ടാ, ബിരിയാണിയുടെ മണമനുണ്ട്, ബിരിയാണിയുടെ മണമുണ്ട്. ബിരിയാണി മണമുണ്ടാടാ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തോന്നുന്നില്ല ബിരിയാണിയുടെ മണമൊന്നും. എടാ ബിരിയാണിയുടെ മണമനുണ്ട്, കരിഞ്ഞ മണമാണ് തന്നെ തുറന്നു നോക്കി. ഇല്ല ബിരിയാണിയുടെ മണമനുണ്ട്, നല്ല മണമനുണ്ട്. എന്തോ കരിഞ്ഞ മണമാണ്, എന്തോ കരിഞ്ഞ മണമനുണ്ട്. വിസില് വന്നാലട്ടോ, വിസില് പറ്റിയതാ നമ്മമാര്. ഇനി നോക്ക് ബിരിയാണി നോക്ക്, റൈസൊക്കെ എങ്ങനെ പ്രവീൺ മച്ചാന്റെ അരിയൊക്കെ വേവിച്ചിട്ടുണ്ട്. അരി വെന്താ? ഹാഫ് വേവണോ? ഹാഫ് വേവ് എന്താ തോണ്ടി കളിക്കതാ? വേറെ പാത്രം രണ്ടായി പോയി. ഇതില് മൊത്തം അരിയിൽ കൊള്ളോടാ. 2 പാക്കറ്റ് ഇട്ടാ നമ്മളെല്ലാവർക്കും കൂടിയാണ് വെച്ചത്. ആണോ? എടുത്ത പ്ലേറ്റ് ഒരു പഞ്ചായത്തിൽ തിന്നാനുള്ള മുഴുവൻ ബിരിയാണി ഇട്ടല്ലടാ. ഒരു പ്ലേറ്റ് നാളെ കാറ്ററിംഗ് കൂടെ കാട്ടാ. മല്ലയ കാറ്ററിംഗ് സർവീസ്. അപ്പൊ ഇനി നമ്മളെ സവാള എരിഞ്ഞിടാൻ വേണ്ട. സവാള എരിഞ്ഞ് തൊലി വിളിക്കാൻ പോണ അല്ല, സവാള എരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കണ്ട. സവാള നമ്മൾ 4ആയിട്ട് ഇങ്ങനെ ഭാഗിക്കണം, എന്നാലാണ് എളുപ്പത്തിലേ പെട്ടെന്ന് പരിപാടിയുള്ളൂ. കാരണം രാത്രിയായി എന്നെ കൊണ്ട് വയ്യ കുറെ നേരം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ. കാരണം ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കണത്. വെറൈറ്റി ബിരിയാണി എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ സവാളയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ട. സവാള വാട്ടിയിട്ട് വേണം ഇടാൻ. ഈ സവാളയൊക്കെ ഓൾറെഡി ഉണ്ട്. എണ്ണ ഒഴിച്ചാൽ മതി. സവാള വാട്ടത് വേണ്ട, ഇത് മതി. എന്നിട്ട് ഞാൻ ഹോട്ടൽ നടത്തുന്നത്. ഇനി ലേശം നമുക്ക് ഓയിലാവാട്ട. ഇനി അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് പോയിന്റ്. അയ്യോ എനിക്കിവിടെ ചിക്കൻ വയ്യ. ഇത്ര മതിയാടാ? അത്രയും പോരാ. മതി. നമ്മത് വറക്കണ സവാള. ചട്ട കൊടുത്തങ്ങ് പറക്കി. അതന്നെ മറക്കരുതൊന്നും. ഇനി ഷെഫ് എഡ്വിൻ ഇവിടെ എന്തിന്റെ കേടാ എനിക്ക് തട്ടപ്പാതിരാക്കി. അത് ഈ വെള്ളത്തിന്റെ നടുക്ക് നിന്ന് എനിക്ക് ഇയാളെ മറ്റേ പരിപാടി അതെ ചിരിക്കണ്ടാവും. സവാള ഇട്ടടാ. ഇവിടെ എന്താണ് യുദ്ധം നടക്കണത്? ഇനി അപ്പൊ കുക്കിങ്ങിന്റെ പരിപാടി അടിപൊളിയായിട്ട് നടക്കുകയാണ്. ഇപ്പൊ എന്തിനാ ചെയ്യാൻ പോണേ? ഇനി ഞങ്ങൾ സവാള വാട്ടയാണ്. ഇനി ലേശം തക്കാളി ഇട്ട് കൊടുക്കാട്ടോ. ഇനി ലേശം തക്കാളി ഇട്ട് കൊടുക്കാട്ടോ. ഫുള്ളിട്ടോ. അതന്നെ ഇന്ന് ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നോട്ട് ദ പോയിന്റ്, ദിസ് ഈസ് ബിരിയാണി. ഏത് മസാല? ഇത് മസാല ഒക്കെ ഉണ്ടോ? ഇനി എന്ത് മസാല ഇടണല്ലേ? അതില്ലേ അങ്ങനെ നമ്മൾ ചിക്കൻ ഇടുന്നു. എന്ത് ചിക്കൻ? മലത്തങ്ങട് തിരിച്ചു മലത്ത്. അപ്പൊ ചിക്കനൊക്കെ വെച്ച് മസാലയൊക്കെ ഇട്ട് സംഭവം വേവിക്കാൻ വെക്കണ്ട. അപ്പൊ ബ്ലൂ ടീം ഇവിടെ വെറുതെ നോക്കി നിക്കണ്, റെഡ് ടീം പണിയെടുക്കണ്. മോനെ പ്രവീണേ എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് ഉണ്ടാക്കണം. നല്ല സുഖം, എനിക്ക് ഇഷ്ടായി. നീ എപ്പ ഉണ്ടാക്കിയാണ്ട് നിനക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാക്കാൻ വെച്ചേക്കാം. ഇനി 2 വിസിലടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ടിട്ട് പിന്നെ ഒരു വിസിലും കൂടി അടിപ്പിക്കും. അത് കഴിയുമ്പോ നമുക്ക് ബിരിയാണി തിന്നാൻ തരും അവര്. ആ ബിരിയാണി കഴിച്ച് നമ്മളിവിടെ കിടന്നുറങ്ങും. അതാണ് ഇപ്പൊ നമ്മുടെ പ്ലാൻ. ഇനി നമ്മള് കുറച്ച് ഏറ് കളഞ്ഞിട്ട്
അരി ഇടാൻ പോവാണ്. നല്ല പെടപ്പൻ ചിക്കന്റെ മണം അല്ലേ? നല്ല അറബിയൻ ചിക്കന്റെ മണം. അറബിയൻ കഴിച്ചണ്ട പുതിയൊരു മണം. റൈസ് ഇടണം. അരിയിട് അരിയിട്. നെയ്യിട്ട് എടാ കുറച്ച് അരി ഇട്. നെയ്യിട് നെയ്യൊന്നും നെയ്യ് എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലേശം നെയ്യ് ഇട്ട് നമുക്ക് 2-3 വിസിലടിച്ച് ചെയ്യുമ്പോ നമ്മുടെ ചിക്കൻ ബിരിയാണി അല്ലേ? മൂളടൊന്ന് ചിക്കൻ ബിരിയാണി. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന്റെ ബിരിയാണി ഇത് അവസാന ഘട്ട പണികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ പ്രവീൺ മച്ചാൻ അവസാനം ദമ്മിട്ട് സാധനം കയറ്റിയിട്ടുണ്ട്. പ്രവീൺ മച്ചാന്റെ ദമ്മ് താണ്ടാ. ഇതിനെന്താ കുഴപ്പം? ദം. അപ്പൊ അടുത്തതായി പ്രവീൺ മച്ചാൻ ബിരിയാണി ചെമ്പ് തുറക്കാൻ പോവാണ്. ദമ്മിട്ട ബിരിയാണി ചെമ്പ്. മോനെ കാണില്ല, എന്നാ പിടിച്ചേ, കാണിച്ചു കൊടുത്തേ. അടിയൊന്നും പിടിച്ചിട്ടില്ലടാ തോന്നണതാ. ബിരിയാണി എടുക്കട്ടെ. കുറച്ച് ബിരിയാണി തന്നെ. ഞങ്ങള് ചിക്കൻ ബിരിയാണി ഇട്ടാ പിടിച്ചാ. ഞാൻ പറയാം എസ്റ്റാബ്ലിഷ് വ്യൂർ ഇവിടെയൊക്കെയുണ്ട്. ഞങ്ങളാണ് റിസൾട്ട് ഇടാ അല്ലേ? ഞങ്ങളാണ് റിസൾട്ട് ഇടാ. തുപ്പണ്ട സമയം കഴിഞ്ഞ് സെറ്റ് ഉണ്ട്. ചിക്കൻ ഞങ്ങക്ക് എന്താടാ? നീ ഏതാ മേലാഞ്ഞി ബിരിയാണി ഉണ്ടാക്കി പോകരുത്. നിങ്ങൾക്ക് ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? റൈസ് വെന്തട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒരു എന്തെങ്ങാണ്ടൊക്കെ ഒരു കുത്തു തന്നെയുണ്ട്. മുളക് പൊടി മഞ്ഞപ്പൊടി ഓവർ മല്ലിപ്പൊടി ബിരിയാണി. ചിക്കൻ അടിപൊളിയ. എനിക്കിഷ്ടാ നിങ്ങളുടെ ബിരിയാണി. എനിക്കിഷ്ടായി. ചിക്കൻ മാത്രം മതി. അപ്പൊ റെഡ് ടീം ഉണ്ടാക്കിയ ബിരിയാണി ഇല്ലേ, സത്യം പറഞ്ഞ ഒരു വഴിക്ക് കൊള്ളൂല. എങ്ങനെയുണ്ട്? പറഞ്ഞുതരാം, ഓരോന്നായിട്ട് റിവ്യൂ പറയാം. പച്ചരി വെന്തിട്ടില്ല, ചിക്കൻ വെന്തുണ്ട്, ചിക്കൻ നല്ലോണം വെന്തുണ്ട്. ചിക്കൻ മതി. പിന്നെ മല്ലിപ്പൊടിയുടെ കുത്ത്, മഞ്ഞപ്പൊടിയുടെ കുത്ത്, മുളക് പൊടിയുടെ കുത്ത്, ഇതെല്ലാം ഉണ്ട്. ബിരിയാണി വെച്ച് പക്ഷെ ബിരിയാണി മണം വന്നില്ല. മസാല അതാണല്ലേ ബിരിയാണി മസാല ഇല്ല. ചിക്കൻ വന്നിട്ടുണ്ട്, റൈസ് വന്നിട്ടില്ല, ബാക്കിയൊക്കെ അടിപൊളി. അപ്രീഷിയേറ്റബിൾ. കാരണം അവൻ ആദ്യമായിട്ട് വെച്ച ബിരിയാണിയാണ് രണ്ടുപേരും കൂടിയിട്ടാ, എഡ്വിനും പ്രവീണും. ഇറ്റ്സ് എഡിബിൾ, സിൽവറിഷ്, യെല്ലോയിഷ്, റെഡിഷ്, മല്ലിപ്പൊടിഷ്. കഴിക്കാം, കഴിക്കാം. ഫസ്റ്റ് ബിരിയാണി ലൈഫിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിശന്നിരിക്കുന്ന സമയത്ത് റെഡ് ടീം ഉണ്ടാക്കി ബിരിയാണി കഴിക്കാൻ പ്രത്യേക മൂഡ്. ഒരു പീസ് കൂടി. ചിക്കൻ മാത്രം മതിയോ? മട്ടനായാലോ? ഉള്ളത് പോവാ. അവന് കുറ്റം പറയാൻ വേണം. ചിക്കൻ ഞാനിപ്പോ കുറ്റം പറഞ്ഞില്ല. ഒന്ന് കൊടുത്തേക്കേട്ടാ ചിക്കൻ. ആടോ ഓക്കെ, ടാറ്റ ബൈ. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ കിടന്ന് ഉറങ്ങാൻ പോകണ്ട. ജിയൊക്കെ ഇവിടെ നേരത്തെ റിങ്ങിന്റെ ഉള്ളിൽ കയറി കിടന്ന് നനയൊന്നുമില്ലല്ലോടാ. തൊട്ടില് കിടക്കണ പോലെ നല്ല രസമാണ്. ആട്ടോ ഏതാ ചവിട്ട് നോക്കടാ. അങ്ങനത്തെ നമ്മുടെ ഇഡ്ഡലിന് ഇവിടെ സെറ്റ് ആയിട്ടാ. എടാ കിരണ അവിടെ കോടയൊക്കെ ചൂടി കിടന്നല്ലേ? കിര നീ കിടന്നാ? അല്ല എല്ലാരും കിടന്ന അതറിയാൻ നോക്കിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാനാണ്. അന്നോക്കെ ഗുഡ് നൈറ്റ്, അന്നോക്കെ ശുഭരാത്രി, 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 സുഖനിദ്ര, ഗുഡ് നൈറ്റ്. മറ്റേത് പറ, ശുക്ലേശ്. അപ്പൊ ശരി, നാളെ കാലത്ത് കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പൊ നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ എനിക്ക് എടുക്കാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.
എടാ ഒരു ഗുഡ് മോർണിംഗ് പറയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് പ്രവീണിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡിസംബർ ആയിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു വെച്ചിട്ട് പോടാന്ന്. മഴ പെയ്തില്ല. ഏട്ടി നമുക്ക് ചായ ഇട്ടാലോ? ചായ ഞങ്ങൾ ചായ കുടിക്കാം. പാസ്ത ഉണ്ടാക്കുക. അന്ന് ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാം. സ്റ്റാൻഡിങ്ങിലും പോകാം നമുക്ക്. പാസ്ത പാസ്ത അവര് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മ ഷോ നീ അങ്ങനെ പറയരുത്. അപ്പൊ ഇന്നത്തെ ബിരിയാണി അയ്യേ, നിങ്ങളുടെ ടീംമേറ്റിന് നിന്നെ പറ്റി ഒരു അഭിപ്രായം. അങ്ങനെയല്ല നമ്മന്ന് പറഞ്ഞ അതന്നെ. ഞാൻ അപ്പൊ ഞങ്ങളിത് പാസ്തയും ഇവരുടെ കട്ടൻ ചായയും വെക്കാൻ വേണ്ട. എടാ വെച്ചാലാ? വെള്ളം അവരുടെ ഒന്നും വേണ്ട. വട്ടപ്പാത്രം ഞാൻ കഴിയത് കഴിയണത്. ആ പിന്നല്ല ചായ ഉണ്ടാക്കാൻ പോണേ. നമ്മൾ ചായലല്ല കാപ്പിയല്ല ഉണ്ടാക്കണത്. കാപ്പിയാ അല്ലടാ, എന്തിനാ ഉണ്ടാക്കണേ? ചായ എനിക്ക് അറിഞ്ഞൂടാ. കവറെടുത്ത് നോക്കിട്ടാണ്. അങ്ങനെ നമ്മളിത് ബൂസ്റ്റ് ചായ ഉണ്ടാക്കാൻ വേണ്ട. ആദ്യം അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം രണ്ടുപേർക്ക് ഒഴിച്ചോ? വേണ്ട, 4 ആൾക്ക് ഒഴിച്ചോ. അടുപ്പോണാക്ക് ബൂസ്റ്റ് ഇട്ടാ പോരെ. അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട. എന്ത് നിങ്ങൾ പണിന്നോ? ഞാൻ ചായ ഉണ്ടാക്കാം. എടാ കുറച്ച് പഞ്ചസാര കേട്ടോ. എടാ കുറച്ച് പഞ്ചസാര കേട്ടോ. കുറച്ചിട്ടോ? കുറച്ചുകൂടി. അങ്ങനെ ദേ നമ്മുടെ കാപ്പി ഉണ്ടാക്കൽ പരിപാടികളാണ്. കാലത്ത് തന്നെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പൊ കാപ്പി കുടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിത് പാലൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായിട്ട് ഇപ്പൊ തിളച്ച് പൊന്തി വരും. അപ്പൊ ഞങ്ങളുടെ പാല് കാച്ചൽ ഇപ്പൊ കഴിയും. ഞങ്ങളുടെ പാല് വെച്ചിട്ട് പൊന്തി എന്തിട്ട് പൊന്തിന്ന് ഞങ്ങളുടെ ഇപ്പൊ സാധനം വരും. അവിടെ പാല് പൊന്തിന്ന്. എവിടെ പാല് പൊന്തിയേ? ബൂസ്റ്റാണ്. അയ്യേ, കാലത്തന്നെ അറിയില്ല ബൂസ്റ്റ് കുടിക്കോടാ. അജ്ജു, നീ അവിടെ നിന്നാണ് കുടിക്കണേ? നമ്മുടെ ഹോർലിക്സ് റെഡി ആയിട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഹോർലിക്സ് ഉണ്ടാക്കണത്. നീ ഉണ്ടാക്കിട്ട് കുഴപ്പമില്ല. ഇതേ നമ്മുടെ ഞങ്ങളുടെ ബൂസ്റ്റ് ഇതേ റെഡി ആയിട്ടാ. അല്ല ഹോർലിക്സ് കളഞ്ഞ് അങ്ങനെ വിളിക്കലടാ. ആക്കി തരാം ഞാൻ. ഭാഗ്യം. എടാ ആകെ പാല് ഒരു പാക്കറ്റ് കിട്ടിയുള്ളൂ. ഒരു പാക്കറ്റ് പാല് നിങ്ങൾക്ക് എന്തോരം സാധനങ്ങളോട് തിന്നാണ്ട് ഒന്നും നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ നിൽക്കരുതല്ലേ അപ്പുറത്തേക്ക് കൊണ്ടുപോണത്. നിങ്ങൾ ഉപയോഗിക്കാത്തോണ്ട് അവിടെ കൊണ്ട് കൊടുക്കണേ. എന്തിന്? എനിക്ക് കുടിക്കാൻ. അടിപൊളി ബൂസ്റ്റ് ചായ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് അടിപൊളിയാ. എന്തായാലും ഞാനും പകൽ മിക്സ് ചെയ്ത് കുടിക്കാം. ഉള്ളിന്ന് പറയണതാ ചക്കൻ. ഉള്ളിന്ന് അങ്ങനെ ഞങ്ങളുടെ ബൂസ്റ്റ് അടിപൊളി ബൂസ്റ്റ് ഇട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ടേ അല്ലേ? നല്ല ബൂസ്റ്റ് അല്ലടാ ഹെഡ്വി. കിടിലം ബൂസ്റ്റ്. എടാ റിസ്ക് കാപ്പിയിൽ മുക്കി കഴിക്കുമ്പോ കിട്ടുന്നൊരു രസം, അതൊരു രസമാണ്. അങ്ങനെ മച്ചാമാരെ നമ്മുടെ ക്യാമ്പിങ് ഇവിടെ അവസാനിക്കാൻ കേട്ടാ. റെഡ് വിയസ് ബ്ലൂ എന്ന് പറയുന്ന ക്യാമ്പിങ് നമ്മുടെ ഈ സാധനത്തിൽ. ഇതിന്റെ പേരെന്തിട്ടാ വരാ? അല്ല അതല്ല ഇതിന്റെ പേരെന്തിട്ടാ വരാ? ബിരിയാണി വെക്കാറുണ്ട്. നീ വീട്ടിൽ പോയി വെച്ചോ. നീ വീട്ടിൽ പോയി വെച്ചോ. മന്തി ഓർഡർ ചെയ്തോ? മാറ്റം ഓർഡർ ചെയ്. അയ്യോടോ, ഞങ്ങളുടെ ടീമേറ്റിന്റെ വയ്യാത്ത കാരണം ഞങ്ങള് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ മച്ചാമാരെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ദേ പോവാണ് നമ്മള്. വീലിറക്കിക്കോ. അപ്പോൾ ഇന്നത്തെ റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടത്തില് ചാര വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ തിന്നാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഉറക്കം കറക്റ്റൊന്നും ആയിട്ടൊന്നുമില്ല. ഇതിൽ കിടക്കാനൊരു സുഖം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോയിട്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങണം. ഞാൻ കണ്ട് അവിടെ കിടന്നുറങ്ങണം. സിനിമ ഇരുന്നല്ലേ. അപ്പോൾ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ കര പിടിക്കുകയാണ്. കരയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിംഗ് നമ്മൾ അവസാനിപ്പിക്കണം അല്ലേ പ്രവീൺ മച്ചാനെ? അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി ക്യാമ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടിപൊളിയാക്കി ചെയ്യാം. അപ്പോൾ മച്ചാൻ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ അതുപോലെ ടീം M4 ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.